തീർക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് സമൂഹത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാം. അതിനും നമ്മുടെ മാധ്യമങ്ങൾക്ക് നല്ല പങ്കുണ്ട് എന്ന് പറയുകയാണ്. ഞാൻ എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ പേരെയും ഏറ്റവും സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് പ്രിയമുള്ള സഹകളെ, സുഹൃത്തുക്കളെ, വളരെ കാലികമായ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി അതിനേക്കാളേറെ പ്രഗത്ഭരായിട്ടുള്ള ഒരു നിര ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ നടക്കുന്ന ചർച്ചയിൽ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുന്നതിനുള്ള അവസരവും ഉണ്ടാവും. ഒന്നുകിൽ നിങ്ങൾക്ക് എഴുതിത്തരാം, അല്ലെങ്കിൽ അത്യാവശ്യം അവിടെ നിന്ന് അഭിപ്രായം പറയേണ്ടവരുടെ അടുത്തേക്ക് മൈക്ക് ഞങ്ങൾ എത്തിച്ചു തരും. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. വളരെ സമയക്ലിപ്തതയോടുകൂടി ഇത് അവസാനിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉദ്ഘാടകൻ വളരെ കുറച്ച് സമയമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയാവതരണവും അതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രഗത്ഭരായിട്ടുള്ള രണ്ട് മാധ്യമപ്രവർത്തകരായ സഖാവ് രാജാജി മാത്യു തോമസും ശ്രീ ആർ ശ്രീകണ്ഠൻ നായരും ഇവിടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യും. ഈ മാധ്യമങ്ങളുടെ കോർപ്പറേറ്റുവൽക്കരണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് നിങ്ങൾക്കറിയാം. 1990 നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയം ലോകത്ത് നടപ്പായതിനെ തുടർന്നാണ് കോർപ്പറേറ്റുവൽക്കരണത്തിൻ്റെ ആക്കം വർദ്ധിക്കുക ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. 2018 ഫിക്കി തന്നെ പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം ഇന്ത്യയിലെ മാധ്യമ മേഖലയിൽ അന്ന് ഓരോ വർഷവും 15% വളർച്ച നേടിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നും $25 ബില്യൺ തുല്യമായ വളർച്ചാ നിരക്ക് നേടുകയാണ് എന്നും അത് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴത് ഏതാണ്ട് $32 ബില്യൺ പ്രതിവർഷം നമ്മുടെ രാജ്യത്തിൻ്റെ കോർപ്പറേറ്റുവൽക്കരണത്തിലൂടെ മാധ്യമരംഗത്തെ വളർച്ചയുണ്ടാകുന്നത്. അത് രാജ്യത്തിൻ്റെ GDPയുടെ വളർച്ചയേക്കാൾ വളരെ കൂടുതലാണ്, വേഗതയിലാണ് എന്ന് കാണാനാവും. മാധ്യമങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നത് അവർ നമ്മുടെ കാവൽക്കാരാണ് എന്നാണ്, രാജ്യത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ് എന്നാണ് നമ്മൾ അവരെക്കുറിച്ച് പറയുന്നത്. പക്ഷേ ബെറ്റ് കോൾമാൻ കമ്പനിയുടെ MD വിനീത് ജെയിൻ ന്യൂയോർക്ക് ടൈംസിന് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഞങ്ങൾ പത്ര ബിസിനസ് അല്ല നടത്തുന്നത്, പരസ്യ ബിസിനസ്സാണ് നടത്തുന്നത് എന്ന് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10-30 വർഷക്കാലത്തിനുള്ളിൽ നമ്മുടെ മാധ്യമങ്ങൾ അവരുടെ പേജുകളുടെ നിയന്ത്രണം എഡിറ്റർമാർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഓരോ പത്രത്തിൻ്റെയും ഉടമയോ അല്ലെങ്കിൽ അതിൻ്റെ CEOയുടെയോ ആഗ്രഹങ്ങൾക്ക് വിധേയമായി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. 4ാം സ്റ്റേറ്റ് എന്നത് മാറി ഇതൊരു വ്യവസായം പോലെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയായി മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമത്തിൻ്റെ ഉടമസ്ഥാവകാശം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയും മാധ്യമ സ്ഥാപനങ്ങളുടെ എണ്ണം പെരുകുമ്പോൾ മാധ്യമ ഉടമകളുടെ എണ്ണം വലിയ തോതിൽ ചുരുങ്ങുകയുമാണ് ലോകത്ത് ചെയ്യുന്നത്. അതാണ് മാധ്യമങ്ങളുടെ കോർപ്പറേറ്റുവൽക്കരണം എന്നതിൻ്റെ ഏറ്റവും ശരിയായ അർത്ഥം. ആ നിലയിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട 3-4 മാധ്യമങ്ങൾ എടുത്താൽ ആകെയുള്ള മാധ്യമങ്ങളുടെ 90%ൻ്റെയും വിതരണം അവരുടെ കയ്യിലാണ് എന്ന് കാണാനാവും. 30 വർഷങ്ങൾക്ക് മുമ്പ് ഓരോ മാധ്യമ സ്ഥാപനങ്ങളുടെയും വരുമാനത്തിൻ്റെ 50% മുതൽ 70% വരെ വരിക്കാരിൽ നിന്നുള്ള വരുമാനമായിരുന്നുവെങ്കിൽ ഇന്ന് ഓരോ മാധ്യമ സ്ഥാപനങ്ങളും നടത്തുന്നത് അതിൻ്റെ വരവ് പരസ്യത്തിൽ നിന്നാണ്, കോർപ്പറേറ്റുകളിൽ നിന്നാണ്, വലിയ സ്ഥാപനങ്ങളിൽ നിന്നാണ് എന്ന് കാണാനാവും. പ്രത്യേകിച്ചും ടെലിവിഷൻ പോലെയുള്ള മേഖലകളിൽ വരുമാന സ്രോതസ്സിനെക്കുറിച്ച് ആർക്കും അറിയാൻ കഴിയാത്ത തരത്തിലുള്ള ഗൂഢമായ വരുമാന ശൃംഖലകളാണ് അവിടെയെല്ലാം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ആ നിലയിൽ നമ്മുടെ മാധ്യമങ്ങൾ അതിൻ്റെ ധർമ്മം ഇപ്പോൾ എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച സജീവമായ ചർച്ചയിലേക്കും പരിശോധനയിലേക്കും ഈ സെമിനാർ നടക്കും. നിങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും
ഒന്നിച്ച് ഇവിടെ നിന്നും പോകത്തക്ക തരത്തിൽ സമയക്രമീകരണത്തോടെ ഈ സെമിനാർ അവസാനിപ്പിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി സഖാവ് KN ബാലഗോപാലെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള അധ്യക്ഷ, പ്രിയപ്പെട്ട നമ്മുടെ മുൻ MLA അഡ്വക്കേറ്റ് ഐഷാപൂർ സാഹബ്, ഈ വേദിയിലുള്ള വളരെ ബഹുമാനരായിട്ടുള്ള അതിഥികൾ, നമ്മുടെ കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്തെ ഏറ്റവും പ്രമുഖരായ 3 പേരാണ് നമുക്കിപ്പോൾ ഉള്ളത്. ജനയുഗത്തിൻ്റെ ചീഫ് എഡിറ്ററും MLA എന്ന നിലയിൽ കേരള നിയമസഭയിൽ സജീവ സാന്നിധ്യമായിരുന്ന യുവജന വിദ്യാർത്ഥി സംഘടനയുടെ SF-ൻ്റെയും AYF-ൻ്റെയും അഖിലേന്ത്യാ തലത്തിലെ ഏറ്റവും പ്രമുഖ നേതാവായിരുന്ന ശ്രീ രാജാജി മാത്യു തോമസ് ഉണ്ട്. ശ്രീ R ശ്രീകണ്ഠൻ നായർ 24-ൻ്റെ എല്ലാമാണെന്ന് മാത്രമല്ല, കൊട്ടാരക്കരക്കാരെ സംബന്ധിച്ച് അദ്ദേഹം കൊട്ടാരക്കരക്കാരനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളൊരു പ്രാധാന്യം. നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ MV നികേഷ്, മലയാള പത്രപ്രവർത്തനത്തിൽ ടെലിവിഷൻ ജേർണലിസത്തിന് നികേഷിൻ്റെതായ ഒരു പ്രത്യേക ശൈലി കൊണ്ടുവന്നു എന്നുള്ളത് നമുക്കറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ അനുഭവ പാരമ്പര്യമുണ്ട്. അദ്ദേഹമാണ് ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത്. ഇവർ 3 പേരും സംസാരിക്കുന്നത് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾ ഈ വേദിയിലുള്ള മറ്റുള്ളവർ സംസാരിക്കാനായി സമയമെടുക്കുന്നില്ല. എല്ലാം പ്രഗത്ഭരാണ്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. മുനിസിപ്പൽ ചെയർമാൻ തന്നെ ഇവിടുത്തെ ആദ്യത്തെ പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണ മേനോൻ, ശ്രീ ജോൺസൺ ഉണ്ട്, രാജഗോപാൽ സാർ ഉണ്ട്, മുകേഷ്, വരദരാജൻ സാർ, അതുപോലെ സുന്ദരേശൻ, എല്ലാവരും വേദിയിലുണ്ട്. അവരൊക്കെ ഞങ്ങളെല്ലാം നിങ്ങളെപ്പോലെ തന്നെ ഇതിൻ്റെ ഒരു കേട്ടുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും സംശയമോ ചോദ്യമോ ഒക്കെ ചോദിക്കാം. എന്തായാലും മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നു. കേരളത്തിലുള്ളതിൻ്റെ അത്രയും മാധ്യമങ്ങൾ ഇന്ത്യയിൽ വേറെ എവിടെ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അത് ദൃശ്യമാധ്യമങ്ങൾ, പത്രമായാലും ടെലിവിഷനായാലും അതിനേക്കാൾ എത്രയോ അധികം ഇവിടെ തന്നെ ഇരിക്കുന്നവർ എത്രയോ പേർ ജേർണലിസ്റ്റുകളുണ്ട്. ഞാൻ പറയുന്നത് ഇവിടുത്തെ വ്യവസ്ഥാപിത ജേർണലിസ്റ്റുകൾ എൻ്റെ മുന്നിലുണ്ട്, അവരല്ല. അല്ലാതെ ഇവിടെ തന്നെ എത്ര പേര് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി കാര്യങ്ങൾ ഇടുന്ന, ലോകം മുഴുവൻ ഇവിടുന്ന് വാർത്തകളിടുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പം നമ്മളൊക്കെ ഈ സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ വ്യാപകമാണ്. ആ ജേർണലിസം എല്ലാം ഉള്ളപ്പോഴും ജേർണലിസത്തിൻ്റെ പൊതുവായ സ്വഭാവം പലപ്പോഴും ഒരു കോർപ്പറേറ്റ് അജണ്ട എന്ന് പലപ്പോഴും പറയുന്ന പലപ്പോഴും ഒരു അഭിപ്രായ നിർമ്മിതി തന്നെ അങ്ങനെ വരുന്ന കാര്യങ്ങളുണ്ട്. സമൂഹത്തെ വലിയ തോതിൽ നിയന്ത്രിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ ശരിയായ തരത്തിലല്ല കാര്യങ്ങൾ പറയുന്നതെങ്കിൽ ഉണ്ടാകുന്ന അപകടമുണ്ട്. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്, ചർച്ച ചെയ്യുന്നതാണ്. നമുക്കെന്തായാലും ഈ കാര്യങ്ങൾ ഈ രംഗത്തെ ഏറ്റവും പരിചയസമ്പന്നരായ ആളുകളുടെ അവരുടെ മുഖത്തു നിന്ന്, അവരുടെ തലച്ചോറിൽ നിന്ന് അവരുടെ ആശയം നമുക്ക് കേൾക്കാം. ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും നല്ലൊരു പരിപാടി നമുക്കിവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം. CPM-ൻ്റെ 24-ാം പാർട്ടി കോൺഗ്രസ്സിന് മുമ്പായി CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയാണ്. 27 സെമിനാറുകൾ, ഇതുപോലെയുള്ള ഏറ്റവും പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന 27 സെമിനാറുകൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ഈ സ്വാഗത സംഘം നേരിട്ട് നടത്തുന്നുണ്ട്. ഇതുകൂടാതെ പ്രാദേശിക സെമിനാറുകളുണ്ട്, കലാപരിപാടികളും കായിക വിനോദങ്ങളുമുണ്ട്. ഇപ്പോഴും ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുകയാണ്. ഇവിടെ കബഡിയും ഫുട്ബോൾ മത്സരവും ക്രിക്കറ്റും ബാഡ്മിൻ്റനും അങ്ങനെ നിരവധി പരിപാടികൾ നടക്കുകയാണ്. കലാകാരന്മാരുടെ വിവിധ മേഖലയിലെ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇതെല്ലാം ചേർന്നിട്ടാണ് CPM-ൻ്റെ സമ്മേളനം എന്ന നിലയിൽ ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത്. കേവലം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുയോഗങ്ങളും പ്രകടനങ്ങളും സമരങ്ങളും തെരഞ്ഞെടുപ്പും മാത്രമല്ല. അത് പത്രപ്രവർത്തനവും കലാകായിക രംഗത്തെ പ്രവർത്തനവും കലാകാരന്മാരുടെ പ്രവർത്തനവും അവരുടെ എല്ലാം അടങ്ങുന്ന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം അതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിൽ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തുന്നതാണ്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനാണ്, കേരളത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് CPM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തിലും ഞങ്ങൾ അജണ്ടകൾ നിശ്ചയിക്കുന്നതും കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. 24-ാമത് പാർട്ടി കോൺഗ്രസും സംസ്ഥാന സമ്മേളനവും ഇവിടെ നടക്കുമ്പോൾ 30 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് അരങ്ങൊരുങ്ങുന്നത്. എല്ലാവരുടെയും സമ്മേളനമായി, എല്ലാവരുടെയും പിന്തുണയോടുകൂടി രാഷ്ട്രീയമായി എതിർക്കുന്ന ആളുകളെ പോലും പല കാര്യങ്ങളിലും സഹകരിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തെ അങ്ങേയറ്റം ജനകീയമായി കൊണ്ടുപോകാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ നടത്തുന്ന സെമിനാർ ഉൾപ്പെടെയുള്ള പരിപാടികൾ വിജയിപ്പിക്കുന്നതിന് പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളിൽ നിന്ന് ഈ കാര്യങ്ങൾ കേൾക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.
സുഹൃത്തുക്കളെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിച്ചത്. വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സഖാവ് എം വി നികേഷ് കുമാറാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അധ്യക്ഷ ബഹുമാന്യായ അഡ്വക്കേറ്റ് പി ആയിഷ പോറ്റി, ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സഖാവ് കെ എൻ ബാലഗോപാൽ, മോഡറേറ്ററായ സഖാവ് കെ വരദരാജൻ, ചർച്ചയിൽ പങ്കെടുക്കുന്ന രാജാജി മാത്യു തോമസ്, ആർ ശ്രീകണ്ഠൻ നായർ, ഒപ്പം തന്നെ വേദിയിൽ സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം, അല്ലെങ്കിൽ എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതം അവസാനിപ്പിച്ചതിന് നിരവധിയായിട്ടുള്ള സെമിനാറുകൾ പങ്കെടുത്തിട്ടുണ്ട്. മാധ്യമ തൊഴിലാളി എന്നുള്ള ഒരവസ്ഥയിൽ നിന്ന് സെമിനാർ തൊഴിലാളിയായി ഞാൻ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് കുറച്ചുകൂടി അഭിമാനം തോന്നുന്നു. കാരണം കൊട്ടാരക്കരയ്ക്കാണ് ഇത്രയും മഹനീയമായ സദസ്സ്. നേരത്തെ സെമിനാറൊക്കെ നമുക്കൊരു ഫ്രീ ഹാൻഡ് തരുമായിരുന്നു സംസാരിക്കാൻ, ഒരു 1.5 മണിക്കൂർ അങ്ങ് പ്രസംഗിക്കും. പക്ഷേ സദസ്സിൽ വളരെ പ്രമുഖരായ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ അതിനൊന്നും മുതിരുന്നില്ല. എങ്കിലും എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ദൗത്യം വിഷയാവതരണമാണ്. മാധ്യമങ്ങളുടെ കോർപ്പറേറ്റ് വൽക്കരണം എന്ന വിഷയത്തിലാണ് CPM-ൻ്റെ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായുള്ള കൊല്ലം സംസ്ഥാന സമ്മേളനം ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 1991 ഉദാരവൽക്കരണമുണ്ടായി. കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രാധാന്യമുണ്ടായി. കോർപ്പറേറ്റ് കോൺഗ്ലമറേറ്റിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ മാറി. നമുക്കറിയാം, 1,20,000 മാധ്യമങ്ങൾ 2021 കണക്കനുസരിച്ച് 1,20,000 മാധ്യമങ്ങളുണ്ട്. അതിൽ 22,000 വർത്തമാന പത്രങ്ങൾ, 950 ടെലിവിഷൻ ചാനലുകൾ, അതിൽ തന്നെ 350 വാർത്താ ചാനലുകൾ. അങ്ങനെ മാധ്യമ സമൂഹം എന്ന് പറയുന്നത് വൈവിധ്യമുള്ളതായിരുന്നു. എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതായിരുന്നു മാധ്യമ സമൂഹം എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ വീക്ഷണങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആശയധാരകൾ, ഇതെല്ലാം തന്നെയും മാധ്യമ സമൂഹത്തിൽ നിന്നുണ്ടായി. അത് അച്ചടി മാധ്യമങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിരുചികൾക്കനുസരിച്ച് സാഹിത്യ താല്പര്യമുള്ളവർക്ക് സാഹിത്യാഭിരുചിയുള്ള വാരികകൾ തുടങ്ങാം. രാഷ്ട്രീയ താല്പര്യമുള്ളവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന വർത്തമാനങ്ങൾ തുടങ്ങാം. 1990കളുടെ തുടക്കമാകുമ്പോഴേക്കും ടെലിവിഷൻ ചാനലുകൾ, ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ ഈ രാജ്യത്തുണ്ടായി. അതിൽ ഏറ്റവും ആദ്യം ഒരു ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഈ കേരളത്തിൽ നിന്നായിരുന്നു. ശരിയാണ്, ZTV-യും സൺ TV-യും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും തത്സമയ വാർത്താവതരണത്തിലൂടെ ഒരു ജനറൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽ വിദേശ രാജ്യത്ത് നിന്ന് തത്സമയം സംപ്രേഷണം ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ആ കാലഘട്ടത്തിൻ്റെ അത്ഭുതമായിരുന്നു. മലയാള ടെലിവിഷൻ ചാനൽ രംഗത്ത് ശ്രീ ശശികുമാറിനെ പോലുള്ള ധിഷണാശാലികൾ നയിച്ച പാതയിലൂടെയാണ് പിന്നീട് ടെലിവിഷൻ ചാനലുകളെല്ലാം മുന്നോട്ട് പോയിട്ടുള്ളത്. 2000-ൻ്റെ തുടക്കത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മലയാളത്തിൽ ആദ്യത്തെ വാർത്താ ചാനൽ പിറന്നു, ഇന്ത്യ വിഷൻ. തുടർന്ന് വാർത്താ ചാനലുകളുടെ ഒരു ശൃംഖലയുണ്ടായിരുന്നു. ഞാൻ ഒരു ടെലിവിഷൻ ജനറേഷൻ, ടെലിവിഷൻ തലമുറയിൽപ്പെട്ട ആളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അച്ചടി മാധ്യമങ്ങളുടെ പ്രാധാന്യം കുറയുകയും ടെലിവിഷൻ ചാനലിൻ്റെ തുടക്കം വരികയും ചെയ്ത ഘട്ടത്തിലാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസ ജീവിതം പൂർത്തിയാക്കുന്നത്.
അപ്പോൾ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽപ്പെട്ടയാൾ എന്നുള്ള നിലയിൽ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ച ആൾ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ തുടരുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ ആയിരുന്നു എങ്കിൽ തന്നെയും നെഞ്ചിൽ ചേർത്ത് പിടിച്ച മൈക്കിലൂടെ പറയുന്ന സത്യങ്ങളാണ് വിപ്ലവം അല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ വിപ്ലവം എന്ന് കരുതിയ ഒരു വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന ആളായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ശശികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഏഷ്യാനെറ്റിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവമുള്ള ഏഷ്യാനെറ്റിൽ എനിക്ക് ഒരു ടെലിവിഷൻ പ്രവർത്തകനാകണം എന്ന് തോന്നിയത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നോക്കൂ, 1990കളുടെ തുടക്കത്തിലായിരുന്നു ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കേരളത്തിൽ പുതിയ വാർത്താ സംസ്കാരം ടെലിവിഷനിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ബഹുസ്വരതയുള്ള മാധ്യമ മേഖലയായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് എങ്കിൽ നമ്മൾ അറിയാതെ തന്നെ പതുക്കെ ആ ബഹുസ്വരത ഒരു ഏകപക്ഷീയമായിട്ടുള്ള സ്വരത്തിലേക്ക് വന്നു ചേർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1991 ഉദാരവൽക്കരണം ഉണ്ടായപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോർപ്പറേറ്റ് കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമായി മാധ്യമങ്ങൾ മാറി. എന്ന് വെച്ചാൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇടമായി മാധ്യമങ്ങൾ മാറുകയായിരുന്നു. ഒരു കങ്കാണി സ്വഭാവത്തോടു കൂടി ഈ പറയുന്ന മാധ്യമങ്ങൾ, കോർപ്പറേറ്റ് കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങി. കങ്കാണിമാരെന്താ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടില് ഈ നാടുവാഴികൾക്ക് കങ്കാണിമാര് എതിരാളികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതായത് താൻ ആരുടെ കങ്കാണിയാണോ ആ കങ്കാണി നാട്ടുരാജാവിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂവുടമയുടെയോ എതിരാളിയെ തുടർച്ചയായി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒന്ന്, എതിരാളിയെ ഭീഷണിപ്പെടുത്തുക, തൻ്റെ മുതലാളിയെ പുകഴ്ത്തി സംസാരിക്കുക. 3, മുതലാളിക്ക് വേണ്ടി ഭരണകൂടവുമായി വിലപേശൽ നടത്തുക. ഇതായിരുന്നു സാധാരണഗതിയിൽ നമ്മുടെ നാടുവാഴ്ത്ത കാലഘട്ടത്തിൽ ഈ കങ്കാണിമാർ ചെയ്തുകൊണ്ടിരുന്നത് എന്നത് നമുക്കറിയാം. സമാനമായ വിധത്തിൽ കോർപ്പറേറ്റ് കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമായിട്ടുള്ള ഈ കങ്കാണിമാര് തൻ്റെ കോർപ്പറേറ്റ് ഉടമകൾക്ക് വേണ്ടി വാദിച്ചു തുടങ്ങുകയും തൻ്റെ എതിരാളികളെ ഭീഷണിപ്പെടുത്തുകയും തൻ്റെ മുതലാളിക്ക് വേണ്ടി ഭരണകൂടത്തോട് വിലപേശുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ 1991 മുതൽ, അതായത് ഉദാരവൽക്കരണം തുടങ്ങിയ കാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കോർപ്പറേറ്റ് കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമായിട്ടുള്ള മാധ്യമങ്ങൾ 2014 വ്യത്യസ്തമായ ഒരു ഭരണകൂടം വന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടുകക്ഷി സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി. 2014 ആയപ്പോഴേക്കും നമുക്ക് നരേന്ദ്രമോദി ഭരണത്തിലൂടെ ഈ പറയുന്ന ഉദാരവൽക്കരണം ചങ്ങാത്ത മുതലാളിത്തത്തിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. എല്ലാ കോർപ്പറേറ്റുകളെയും ഒരേപോലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള നില വന്നു. നരേന്ദ്രമോദിയോട്, സംഘപരിവാറിനോട്, BJPയോട് കൂറു പുലർത്തുന്ന മുതലാളിമാർക്ക് വലിയ നിലയിൽ പ്രാമുഖ്യം കിട്ടി. അവരെ രാഷ്ട്രീയ പ്രക്രിയയിൽ ആദ്യഘട്ടത്തിലെ ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന മാധ്യമങ്ങളിലൂടെ ഭരണാധികാരികളുമായി, രാഷ്ട്രീയ നേതൃത്വവുമായി സംസാരിച്ച, അവരുമായി പരിചയം സ്ഥാപിച്ച, അവരുമായി ബന്ധമുണ്ടാക്കിയിട്ടുള്ള മുതലാളിമാരെ രണ്ടാം ഘട്ടത്തിൽ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടി ഇടപെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. അങ്ങനെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നതിന് തെളിവുകളുണ്ട്. സമീപകാലത്ത് മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അജിത് പവാർ എന്ന് പറയുന്ന മഹായുതിയുടെ നേതാവ് ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുകയാണ്, മഹാരാഷ്ട്രയിലെ ഉദ്ധവ് ഠാക്കറെ സർക്കാരിനെ വീഴ്ത്തുന്നതിന് വേണ്ടി അദാനിയുടെ ദില്ലിയിലുള്ള വസതിയിൽ വെച്ചാണ് കൂടിയാലോചനകൾ നടന്നത്. അവിടെ അമിത്ഷായടക്കമുള്ള BJPയുടെ നേതാക്കൾ ഉണ്ടായിരുന്നു എന്ന്. രാഷ്ട്രീയ പ്രക്രിയയിൽ തങ്ങളുടെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ നേതാക്കൾ തന്നെ, രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഭരണത്തിൽ തുടരുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മുതലാളിമാർ, കോർപ്പറേറ്റുകൾ നേരിട്ട് ചെയ്യുന്ന നിലവന്നു എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ കാണുന്നത്. മൂന്നാമത്തെ ഘട്ടം ഇപ്പോൾ 2024 ഉണ്ടായിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ സമീപ ദിവസങ്ങളിലാണ് പൂർത്തിയായത് നമുക്കറിയാം. 2025 അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം നടത്തിയത്. ഡൊണാൾഡ് ട്രംപ് സ്ഥാനാരോഹണം നടത്തിയെങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപിനോടൊപ്പം അധികാരം പങ്കിടുന്ന ഒരു മുതലാളിയുണ്ട്, ഒരു കോർപ്പറേറ്റ് ഉണ്ട്. അതാണ് ഇലോൺ മസ്ക്. ഇലോൺ മസ്ക് നമുക്കറിയാം റോക്കറ്റ് കച്ചവടത്തിലും അതുപോലെ തന്നെ ഇലക്ട്രിക് കാർ കച്ചവടത്തിലും ഒക്കെ വ്യാപൃതനായി കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ലോകത്തിലെ 1-ാം നമ്പർ ബിസിനസ്സുകാരനായിരുന്നു, 1-ാം നമ്പർ മുതലാളിയായിരുന്നു ഇലോൺ മസ്ക് എന്ന് പറയുന്നത്.
പക്ഷേ ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബിസിനസ്സിൽ മാത്രം കാലൂന്നിയാൽ പോരാ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മൈക്രോ ബ്ലോഗറായിട്ടുള്ള ട്വിറ്റർ ഏറ്റെടുക്കുകയും ചെയ്തു. ആ ട്വിറ്റർ ഏറ്റെടുത്തത് നമുക്കറിയാവുന്നതുപോലെ $44 ബില്യൺ 3.74 കോടി രൂപയ്ക്ക് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഒരു മൈക്രോ ബ്ലോഗർ ഇലോൺ മസ്ക് ഏറ്റെടുത്തത് 3,74,000 കോടി രൂപയ്ക്ക്. അത്രയും മൂല്യം അതിനുണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് കമ്മീഷൻ ഇപ്പോഴും ഈ പറയുന്ന അധിക മൂല്യത്തിൽ ഇലോൺ മസ്ക് ട്വിറ്റർ എന്ന മൈക്രോ ബ്ലോഗർ ഏറ്റെടുത്തതിന് അമേരിക്കയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അദ്ദേഹം ഇത്രയും മൂല്യം കുറഞ്ഞ ഒരു സ്ഥാപനം മൂല്യം ഉയർത്തിയെടുത്തത് എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വെറും ഈ പറയുന്ന റോക്കറ്റ് ബിസിനസ്സിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇലക്ട്രിക് കാർ ബിസിനസ്സിലോ മാത്രം പങ്കാളിയായാൽ പോരാ, അധികാര പങ്കാളിത്തം വേണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ കോർപ്പറേറ്റ് കോൺഗ്ലമറേറ്റിലൂടെ രാഷ്ട്രീയക്കാരുമായി ഭരണാധികാരികളുമായി ബന്ധം സ്ഥാപിച്ച മുതലാളിമാർ രണ്ടാം ഘട്ടത്തിൽ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയ പ്രക്രിയയിൽ കൂടി ഇടപെടുകയും അങ്ങനെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെട്ട് തങ്ങളുടെ ഭരണാധികാരികളുടെ അധികാരം സുരക്ഷിതമാക്കി നൽകുന്നതിലൂടെ അതിൻ്റെ വിഹിതം ഏറ്റുവാങ്ങുകയും മൂന്നാം ഘട്ടമാകുമ്പോഴേക്കും അധികാരത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ അമേരിക്കയിലെ സാഹചര്യത്തിൽ കാണുന്നത്. ഇലോൺ മസ്ക് ഇന്ന് വൈറ്റ് ഹൗസിലിരുന്ന് അമേരിക്ക ഭരിക്കുന്നവരിൽ ഒരാളാണ്. ദ ടൈം മാഗസിൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിൽ ഇലോൺ മസ്കിനെ ഇരുത്തിയിട്ടാണ് ഇപ്പോൾ കവർ സ്റ്റോറി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അവിടുത്തെ ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനായും അമേരിക്ക ഫസ്റ്റ് എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വലിയ പദ്ധതിയുടെ നേതാവായും ഇപ്പോൾ ഇലോൺ മസ്ക് നിയമിതനായി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഇലോൺ മസ്ക് ഇടപെടുന്നത്. ജർമ്മനിയിലെ ഏറ്റവും അതായത് നാസി ജർമ്മനിക്ക് ശേഷം പുതുതായി രൂപം കണ്ട നവനാസികളുടെ സംഘടനയ്ക്ക് ഇതിനകം തന്നെ ഇലോൺ മസ്ക് പിന്തുണ നൽകുകയും സാമ്പത്തിക സഹായം നൽകുകയും അവർക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു. ബ്രിട്ടനിൽ ഏറ്റവും ദീർഘമായ കാലയളവിൽ അവിടെ ഭരിച്ചിരുന്ന വലതുപക്ഷ പാർട്ടിയെ അധികാരഭ്രഷ്ടരാക്കി ഇടതു പാർട്ടിയായിട്ടുള്ള ലേബർ പാർട്ടി അവിടെ അധികാരത്തിലേക്ക് വരികയും ചെയ്തു. പക്ഷേ ആ ലേബർ പാർട്ടിക്ക് ഇപ്പോൾ അധികാരത്തിൽ തുടരാനാകാത്ത വിധത്തിൽ ഇലോൺ മസ്ക് ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. നമുക്കിത് അമേരിക്കൻ സാഹചര്യമാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് കാണാം. അമേരിക്കയിൽ ഇതേ അദാനിക്കെതിരെ ഒരു കേസുണ്ടായ സമയത്ത് അത് ഇന്ത്യയിലെ പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ ആ പാർലമെന്റിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയത്തെ ഡിഫെൻഡ് ചെയ്തത് ഇന്ത്യയിലെ ഭരണപക്ഷമായിരുന്നു. എങ്ങനെയാണോ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രവർത്തിച്ചത് എന്ന നിലയിൽ മോദിയുടെ ഇന്ത്യയിൽ ഇപ്പോൾ അദാനിയുടെ കമ്പനി പ്രവർത്തിക്കുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന വിധത്തിലാണ് പാർലമെന്റിൽ ഇപ്പോൾ BJP അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടിയായി പറഞ്ഞത് ഇന്ത്യയുടെ വികസന വാഹനത്തെ തടസ്സപ്പെടുത്താനാണ്ടി അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും ജോർജ് സോറോസും ചേർന്ന് നടത്തുന്ന കുൽസിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഭരണപക്ഷം, ഇന്ത്യയുടെ ഭരണകൂടം, ഈ ഭരണകൂടം ഒരു മുതലാളിക്ക് വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ ഡിഫൻസ് പറയുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ നാട് നന്നാകണമെങ്കിൽ വളരണമെങ്കിൽ ഇപ്പോൾ അദാനി വേണം അല്ലെങ്കിൽ അംബാനി വേണം എന്നുള്ളതാണ് സ്ഥിതി. നമുക്കറിയാം അംബാനി ഇന്ന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 350 വാർത്താ ചാനലുകളാണ് ഈ രാജ്യത്തുള്ളതെങ്കിൽ അതിലെ 72 ചാനലുകളും കൈയാളുന്നത് അംബാനിയാണ്. NDTV ദക്ഷുൻചടക്കം ഏറ്റെടുത്തുകൊണ്ട് അദാനിയും ഏതാണ്ട് അംബാനിയോടൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കോർപ്പറേറ്റുകളുടെ കീഴിൽ മാത്രമായിരിക്കുന്നു എല്ലാ ടെലിവിഷൻ ചാനലുകളും എല്ലാ വർത്തമാന പത്രങ്ങളും എന്ന് പറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചരിത്രം ആർക്കും വഴിപ്പെട്ട് നിൽക്കുന്നതല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായ രീതിയിലുള്ള കോർപ്പറേറ്റ് വൽക്കരണത്തിലൂടെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഈ മാധ്യമങ്ങളിലൂടെ ഒരൊറ്റ ദിശയിൽ മാത്രം വാർത്തകൾ ലഭിച്ചു തുടങ്ങിയപ്പോഴും അവിടെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റിന്റെ ശക്തിയിൽ പുതിയ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ
ഉയർന്നു വന്നിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ആകെ അംഗീകരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ നല്ല ചില സൂചനകളുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരെ പോലും ഒരുപക്ഷെ നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ സത്യസന്ധമായ രീതിയിലുള്ള അവലോകനങ്ങൾ നൽകാൻ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില വ്യക്തികൾക്ക് സാധിച്ചത് നമുക്കറിയാം. ധ്രുവ്രാട്ടി, രവീഷ് കുമാർ എന്നീ പേരുകളുണ്ട്. അതുപോലെ തന്നെ ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രബീർ പുർക്കായസ്തെ അടക്കമുള്ള പേരുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. ഈ ഒരു സാഹചര്യം, അതായത് ചരിത്രം ആർക്കും വഴിപ്പെടുന്നതല്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മാധ്യമങ്ങളെ ഒരുപക്ഷെ ഭരണകൂടം അതിൻ്റെ അധികാരശക്തി ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയാൽ പോലും ആ തടഞ്ഞു നിർത്തലിനെ അതിജീവിക്കാൻ കഴിയുന്ന സ്രോതസ്സുകൾ അവയ്ക്കുണ്ടാകുമെന്നും അങ്ങനെ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റിൻ്റെ സ്രോതസ്സിലൂടെ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളും ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഇനിയുമേറെ മുന്നോട്ട് പോകാനുണ്ട്. ഈ ഓൺലൈൻ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് അച്ചടി മാധ്യമങ്ങളെ പോലെയോ അല്ലെങ്കിൽ ടെലിവിഷൻ മാധ്യമങ്ങളെ പോലെയോ അതിന് വലിയ നിലയിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവശ്യമില്ല, പ്രവർത്തന മൂലധനം ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ മൂലധനം അധികം വേണ്ടാത്ത ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുതിയ സംരംഭങ്ങൾ ഉയർന്നു വരുന്നു. അങ്ങനെയാണ് പ്രബീർ പുർക്കായസ്തെയുടേതടക്കമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തടയുന്നതിൻ്റെ ഭാഗം കൂടിയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയൊക്കെ തടയിടേണ്ടതുണ്ടോ അവിടെയൊക്കെ തടയിട്ടപ്പോൾ അതിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയായി ഓൺലൈൻ മാധ്യമങ്ങളെ നരേന്ദ്രമോദി സർക്കാർ കണ്ടത്. നമുക്കറിയാം, CPM അടക്കമുള്ള ദേശീയ പാർട്ടികളുടെ ഫണ്ട് മരവിപ്പിച്ചു, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തു. അതിനോടൊപ്പമാണ് പ്രബീർ പുർക്കായസ്തെ എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തത് എന്ന് കാണുമ്പോൾ ആ മേഖലയ്ക്ക് വർദ്ധിച്ചു വരുന്ന പ്രാധാന്യം, ആ മേഖലയെ വേണ്ട നിലയിൽ കത്രിക പൂട്ടിട്ട് നിർത്താൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ആ മേഖലയെ തടഞ്ഞു നിർത്താൻ നരേന്ദ്രമോദി സർക്കാർ ശ്രമിക്കുന്നത്. നോക്കൂ, ഇത് ഇന്ത്യയിലെ ആകെ സാഹചര്യം. അച്ചടി മാധ്യമങ്ങൾ അതുപോലെ തന്നെ ടെലിവിഷൻ മാധ്യമങ്ങൾ ആകെ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുമ്പോൾ ആ കോർപ്പറേറ്റുകളുടെ മുതലാളിമാർ പറയുന്ന വിധത്തിൽ ഈ മാധ്യമങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടി വരുന്നു. അങ്ങനെ അവർക്ക് BJP ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അതേപോലെ ഏറ്റുവിളിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാലോകർക്കാകെ അറിയാം, എന്തറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ BJP കേവല ഭൂരിപക്ഷം നേടാൻ പോകുന്ന എന്ന്. പക്ഷെ BJP വിളിച്ച മുദ്രാവാക്യം എന്താണ്? BJP വിളിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് അബ്കി ബാർ 400 പാർ എന്നാണ്. അബ്കി ബാർ 400 പാർ എന്ന BJP മുദ്രാവാക്യം സർവേകളിൽ മാത്രമല്ല എക്സിറ്റ് പോളിൽ പോലും ഇന്ത്യൻ മാധ്യമങ്ങൾ ഏറ്റുവിളിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ വിശ്വാസ്യത എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. നോക്കൂ, നമ്മളിപ്പോ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലേതിലും വ്യത്യസ്തമായ സാഹചര്യമല്ല. നേരത്തെ പറഞ്ഞു, 1990കളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ അപ്ലിങ്കിങ്ങും അപ്ലിങ്കിങ് അനുവദിക്കാത്ത ഘട്ടത്തിൽ വിദേശ രാജ്യത്ത് ആദ്യം മോസ്കോയിൽ, പിന്നീട് മനിലയിൽ, പിന്നീട് സിംഗപ്പൂരിൽ ഒക്കെ പോയി കേരളത്തിൻ്റെ ഭാഷയിൽ, മലയാള ഭാഷയിൽ വാർത്താ സംപ്രേഷണം തത്സമയമായിരിക്കണം എന്ന് കരുതി എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്ത ഒരു ടീമായിരുന്നു ആദ്യത്തെ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത്. അതിലെ കേരളത്തിൻ്റെ സ്വഭാവവുമായിരുന്നു. ഏഷ്യാനെറ്റ് ആ കാലഘട്ടത്തിൽ കണ്ടവർ ഈ സദസ്സിലിരിക്കുന്നുണ്ടാവും. ഏഷ്യാനെറ്റ് ഏതെങ്കിലും രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും കക്ഷിയുടെ പക്ഷം പിടിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ കേരളത്തിൻ്റെ സ്വഭാവം ആ ചാനലിനുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നീട് പല പല ചാനലുകൾ വന്നു, പല പല സ്വഭാവങ്ങൾ വന്നു. അങ്ങനെ പല പല സ്വഭാവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൽ പോലും അത് ബഹുസ്വരതയുടെ നിറമുണ്ടായിരുന്നു, മണമുണ്ടായിരുന്നു. നമുക്ക് ഇടതാനുകൂല ചാനലുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വലതാനുകൂല ചാനലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും വ്യത്യസ്ത ചാനലുകളാണെങ്കിലും വ്യത്യസ്ത സ്വരം അതിലുണ്ടാകുന്നത് നമ്മളൊക്കെ തന്നെയും അഭിമാനത്തോടു കൂടി കാത്തു സൂക്ഷിച്ചു. പിന്നീട് 2024 വന്നു, നമ്മൾ 2014 വന്നു. പിന്നീട് BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ കോർപ്പറേറ്റ് മാധ്യമങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് ഒരു അവരുടെ സ്വഭാവത്തിനനുസരിച്ച രീതിയായി മാറിയപ്പോൾ കേരളത്തിലെ ചാനലുകൾക്കും ആ നിലയിൽ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ പൂർണ്ണമായും കേരളത്തിലെ മാധ്യമങ്ങൾ വലതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു നിരീക്ഷണമായി അവതരിപ്പിക്കുന്നതല്ല, അതൊരു വസ്തുതയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, നമ്മളിപ്പോൾ ചിലപ്പോൾ ഇത്തരം സംവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അങ്ങനെ പറയാമോ? കാരണം
കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വാർത്തകൾ വരിക എന്ന് പറയുന്നത് പ്രതിപക്ഷ ധർമ്മമാണ്, അല്ലെങ്കിൽ മാധ്യമ ധർമ്മമാണ് എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ നോക്കൂ, ഇന്ന് അച്ചടി മാധ്യമങ്ങൾ നിരന്തരം എല്ലാ ദിവസവും വായിക്കുന്നവരായിരിക്കും നിങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം. ആ പത്രത്തിൻ്റെ ഗുണനിലവാരം ഒന്ന് പരിശോധിക്കുക. അതിൻ്റെ എഡിറ്റോറിയൽ പേജിൻ്റെ അവസ്ഥ ഒന്ന് നിങ്ങൾ നോക്കിക്കാണുക. അതിൻ്റെ എഡിറ്റോറിയൽ ഓരോ വിഷയത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കൈയാളാൻ കഴിയുന്ന ഒരാളാണ് സഖാവ് KN ബാലഗോപാൽ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓരോ ധനകാര്യ കമ്മീഷൻ പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ നമുക്കറിയാം അത് 3.8 ആയിരുന്നിടത്ത് നിന്ന് 1.9. ഈ അടുത്ത ദിവസങ്ങളിലാണ് 16-ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തിയിട്ടുള്ളത്. 16-ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ കേരള സർക്കാർ BJP ഇതര ഗവൺമെന്റുകളുടെ ധനകാര്യ മന്ത്രിമാരെ നമ്മുടെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തുകയും 16-ാം ധനകാര്യ കമ്മീഷനിലെ സംസ്ഥാനങ്ങൾ ഫെഡറൽ സ്വഭാവത്തിൽ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് കൂടിയാലോചിക്കുകയും ചെയ്തു. അതിൻ്റെ പത്ര റിപ്പോർട്ടുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിനുശേഷമാണ് 16-ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ്. ഈ 16-ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറയുന്നത് 16-ാം ധനകാര്യ കമ്മീഷന്റെ നിഗമനമായിരിക്കും. ആ നിഗമനം എന്തായിരിക്കണം എന്നത് സംബന്ധിച്ചോ, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചോ എത്ര പത്രങ്ങൾ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്, എത്ര പത്രങ്ങൾ എഡിറ്റോറിയൽ പേജിൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മാധ്യമങ്ങളെ ആകെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ല. കാരണം എന്താ? ആങ്ങള ചത്താലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന നിലയിൽ രാഷ്ട്രീയമായി മാധ്യമങ്ങൾ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നില. ഈ അടുത്ത ദിവസങ്ങളിലാണ് CBIയുടെ കുറ്റപത്രം വന്നത്. നമുക്കറിയാം വാളയാറിലെ അമ്മയുടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ മാധ്യമങ്ങൾ ഉയർത്തിയത്. ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്ത്, 2 വാളയാർ അമ്മയുടെ കണ്ണുനീര്. വാളയാർ അമ്മയെ ഞാൻ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെയൊക്കെ പോകുന്നില്ല. സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇപ്പോൾ ആർക്കെതിരെയാണ് പിഴ വിധിച്ചുകൊണ്ടിരിക്കുന്നത്, ആർക്കെതിരെയാണ് അന്വേഷണ ഏജൻസികൾ തിരിയുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാളയാർ കാര്യം എടുക്കാം. എൻ്റെ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം എന്ന നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു വാളയാറമ്മ. ഈ വാളയാറമ്മയെ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ UDF പ്രചരണത്തിനായി ഉപയോഗിച്ചു എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും, കാരണം 7ഉം 13ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ മരിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. ആ കുട്ടികളുടെ അമ്മയാണ് ഈ വാളയാറമ്മ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചാർത്തിയിട്ടില്ല എങ്കിൽ അവരെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നോക്കൂ, CBIക്ക് അന്വേഷണം കൈമാറണം എന്ന് ഈ വാളയാർ അമ്മ അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണി അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകൾ, SDPI, ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മതമൗലിക തീവ്രവാദ സംഘടനകൾ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ CBIക്ക് അന്വേഷണം കൈമാറുകയും ചെയ്തു. ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്ന എന്താണ്? 7 വയസ്സും 13 വയസ്സും പ്രായമുള്ള ഈ കുഞ്ഞുങ്ങളെ നരാധമന്മാർക്ക് എറിഞ്ഞുകൊടുത്തത് ആ വാളയാറിലെ അമ്മ തന്നെയായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ്. നോക്കൂ, ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ ഉന്നയിച്ച വിഷയമുണ്ട്. ഈ വാർത്ത, അതായത് CBI കുറ്റപത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങളടങ്ങിയ ഈ വാർത്ത എത്ര പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എത്രയധികം റിപ്പോർട്ടുകൾ അവർ CBIക്ക് ഈ കേസ് വിട്ടുകൊടുക്കണം എന്നാവശ്യപ്പെട്ട് നൽകി എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. അവരുടെ സമരങ്ങൾ നിരന്തരമായി വാർത്താ ചാനലുകളിൽ, അച്ചടി മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ CBIക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞ് CBIക്ക് വിട്ടുകൊടുക്കുകയും CBI അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തപ്പോൾ മലയാള മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങളിൽ ആ വാർത്ത കാണാനില്ല. പകരം ഈ വാർത്ത നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടി മദ്രാസിൽ നിന്നിറങ്ങുന്ന ദ ഹിന്ദു എന്ന് പറയുന്ന വർത്തമാന പത്രം വായിക്കേണ്ട സ്ഥിതിവിശേഷമാണുള്ളത്. 1990കളിലാണ് K. കരുണാകരനെതിരെ ISRO ചാരക്കേസ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ തലമുറയിലും സംഭവിച്ച കാര്യം തന്നെയാണത്. ആ ISRO ചാരക്കേസ് സംഭവിച്ചപ്പോൾ നമ്മൾ നമ്പിനാരായൺ, രമൺ ശ്രീവാസ്തവ, K. കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രി,
ആ കാലഘട്ടത്തിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അന്ന് പ്രതിപക്ഷത്തിരിക്കുന്നതെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതെന്നറിയാം. കരുണാകരൻ്റെ കോൺഗ്രസിലെ മുഖ്യ എതിരാളിയായിട്ടുള്ള AK ആന്റണി പക്ഷത്തെ ഫസ്റ്റ് ലെഫ്റ്റനന്റ് ആയിട്ടുള്ള ഉമ്മൻചാണ്ടിയാണ് ആ കാലഘട്ടത്തിൽ ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. അദ്ദേഹം വലിയ യാത്ര നടത്തി കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ. കരുണാകരൻ എന്ന തൻ്റെ പാർട്ടിയിൽപ്പെട്ട മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കരുണാകരന് ലീഗ് കൂടി ഈ ഉമ്മൻചാണ്ടിയോടൊപ്പം ചേർന്നപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിൽക്കാലത്ത് അതായിരുന്നില്ല സത്യം എന്നറിഞ്ഞപ്പോൾ നമ്മൾ ഈ രാജ്യം നമ്പിനാരായണ നഷ്ടപരിഹാരം കൊടുത്തു. ഈ സംസ്ഥാനം രമൺ ശ്രീവാസ്തവ എന്ന ആൾക്ക് വിളിച്ച് DGP പദവി കൊടുത്തു. പിണറായി വിജയനെതിരെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിനുശേഷവും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഇത് എന്ന് നമുക്കറിയാം. ആ വിഷയത്തിൽ ഇപ്പോൾ തെറ്റുപറ്റിപ്പോയി എന്ന് പറയേണ്ടതില്ല. പക്ഷേ തിരുത്താൻ ഒരു ഏജൻസിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, സംസ്ഥാന പോലീസിനെ തന്നെ തിരുത്താൻ ഒരു ഏജൻസിക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ വാർത്ത നൽകാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ അന്ധത കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ നിഗമനം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് ഒരു വെറും മാധ്യമങ്ങളുടെ എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഇതൊരു രാജ്യം എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്നതിൻ്റെ ഒരു വലിയ വിപുലമായിട്ടുള്ള വിഷയമാണിത്. ഒരു രാജ്യം പൂർണ്ണമായും വലതുപക്ഷവൽക്കരിക്കപ്പെടുമ്പോൾ, പൂർണ്ണമായും മാധ്യമങ്ങൾ ഈ വലതുപക്ഷ കോൺഗ്ലമറേറ്റിൻ്റെ ഭാഗമായി മാറുമ്പോൾ, ഒളിഗാർക്കിയുടെ ഭാഗമായി മാധ്യമങ്ങൾ മാറുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സാധാരണ സംഭവങ്ങളാണ്. നമ്മൾ ഇതിനെ സാധാരണ കണ്ണുകൾ കൊണ്ട് മാത്രം നോക്കിയാൽ അത് പൂർണ്ണമാകില്ല, നമ്മുടെ നിരീക്ഷണം പൂർത്തിയാകില്ല. അതുകൊണ്ട് നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി നോക്കിക്കാണുകയും ഈ മാധ്യമങ്ങൾക്ക് ബദലായി, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നോക്കൂ, 1996 ഞാൻ പറഞ്ഞു, 1996 ഞാനൊരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകണം. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ ഇറങ്ങി രാഷ്ട്രീയക്കാരനാകുന്നതിനേക്കാൾ എനിക്ക് മാധ്യമ രംഗത്തേക്ക് ഇറങ്ങി രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയും എന്ന് വിചാരിച്ച ഒരാളായിരുന്നു, ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാനെങ്കിൽ. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാധ്യമ പ്രവർത്തകനാകേണ്ടതില്ല മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം സമൂഹ മാധ്യമങ്ങളുടെ എല്ലാ സങ്കേതവും എൻ്റെ മുന്നിൽ തുറന്നു കിടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ ത്രിപാഠി ആരാണ് എന്ന്? ത്രിപാഠി എന്ന് പറയുന്നത് ഹരിയാനയിൽ നിന്ന് ജർമ്മനിയിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയിട്ടുള്ള ഒരു സാധാരണ ചെക്കനാണ്, നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാരനാണ്. അവന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജേർണലിസ്റ്റ് എന്ന് ഞാൻ കരുതുന്ന രാജ്ദീപ് സർദേശായിയേക്കാൾ ഉപരിയായിട്ട് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് നടത്താൻ കഴിയുമെങ്കിൽ നമുക്കെല്ലാവർക്കും അതിന് സാധിക്കും. ഒരുപക്ഷെ ടെലിവിഷനിൽ ഇത്രയും കാലം ഇരുന്ന എന്നെക്കാൾ കൂടുതൽ അതൊന്നും അറിയാത്ത നിങ്ങളിലൂടെ ആയിരിക്കും, നിങ്ങളുടെ ശൈലിയിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ആളുകൾ അത് കൂടുതലായി സ്വീകരിക്കുക. അതുകൊണ്ട് ഞാനോ നിങ്ങളോ എന്നുള്ളതല്ല, എല്ലാവരും നിങ്ങളുടേതായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളി എന്ന് പറയുന്നത് വെറും കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഈ കൊട്ടാരക്കരയുടെ രാഷ്ട്രീയം മാത്രം ഉറ്റുനോക്കുന്നവരല്ല. നമ്മൾ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പോലെ, നമ്മൾ ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് പോലെ നമ്മൾ ലോകരാഷ്ട്രീയവും ഉറ്റുനോക്കുന്നവരാണ്. നമുക്ക് എല്ലാ മേഖലകളിലെയും രാഷ്ട്രീയ പ്രക്രിയയിൽ ഇടപെടാൻ കഴിയുന്ന ബുദ്ധിശക്തി, അറിവ്, വിവരം, വായന നമുക്കുണ്ട്. നമ്മളെല്ലാം ഒന്നു ചേർന്നാൽ നമുക്ക് ഈ മുഖ്യധാര മാധ്യമങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന വലിയ ശക്തിയായി മാറും എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇടതുപക്ഷം നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇതാ ഈ മാധ്യമങ്ങൾ നമ്മളെ തല്ലുന്നേ. നമ്മൾ ആ നിലയിലുള്ള പരിദേവനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, CPM-ന്റെ പ്രവർത്തകർ പല വേദികളിലും ഉന്നയിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, എനിക്ക് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും അറിയാം. നോക്കൂ, ഇന്ന് കേരളത്തിലുള്ള ഏത് മാധ്യമ പ്രവർത്തകനേക്കാളും മികച്ച മനുഷ്യ വിഭവശേഷിയുള്ളത് ഇടതുപക്ഷത്താണ്. ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങളെക്കാൾ ഉപരിയായി മാധ്യമ സ്ഥാപനങ്ങളെ നേരിടാൻ കഴിയുന്ന സംഘടനാ സംവിധാനമുള്ളത് ഇടതുപക്ഷത്താണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഈ ഒരു ആഖ്യാനം, വലതുപക്ഷ മാധ്യമങ്ങൾ ഉയർത്തുന്ന ആഖ്യാനത്തെ മറികടക്കാൻ സാധിക്കും. അതിനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വളരെ വിശദമായി തന്നെ തൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സഖാവ് നികേഷ് കുമാർ ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിലിടപെട്ട് സംസാരിക്കാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഏറ്റവും പ്രിയപ്പെട്ട രാജാജി മാത്യു തോമസ്, അദ്ദേഹം ദീർഘകാലം ജനയുഗത്തിൻ്റെ ചീഫ് എഡിറ്ററായി പ്രവർത്തിച്ചയാളാണ്. മാത്രമല്ല യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വന്ന രാഷ്ട്രീയ നേതാവാണ്.
സ്നേഹത്തോടുകൂടി ശ്രീ രാജാജി മാത്യു തോമസിനെ വിളിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യായ അഡ്വക്കേറ്റ് പി ഐഷ പോറ്റി, ഈ സെമിനാറിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, മോഡറേറ്റർ ശ്രീ കെ വരദരാജൻ, ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ശ്രീ എം വി നികേഷ് കുമാർ, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 24 ന്യൂസിൻ്റെ ചെയർമാൻ ആർ ശ്രീകണ്ഠൻ നായർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ശ്രീ എം വി നികേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. പ്രധാനമായിട്ടും മാധ്യമങ്ങളുടെ കോർപ്പറേറ്റ് വൽക്കരണം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തെ നമ്മൾ മറികടന്നു കഴിഞ്ഞു. ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാധ്യമ ലോകത്തിൻ്റെ ചങ്ങാത്ത മുതലാളിവൽക്കരണം, ഒളിഗാർക്കിയുടെ മാധ്യമരംഗത്തിൻ്റെ ടേക്ക് ഓവറാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1000-ഓളം വരുന്ന ചാനലുകൾ, അതിൽ ഏതാണ്ട് 300-ഓളം വരുന്ന വാർത്താ ചാനലുകൾ, അവയുടെ ഏതാണ്ട് സമ്പൂർണ്ണ നിയന്ത്രണം നമ്മുടെ രാജ്യത്തെ 2 വൻകിട കോർപ്പറേറ്റുകൾ കൈയാളിയിരിക്കുന്നു. ആ 2 വൻകിട കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഉറ്റ ചങ്ങാതിമാരാണ്. ഈ അടുത്ത കാലത്താണ്, കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് ഇന്ത്യയുടെ കോമ്പറ്റീവ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിൻ്റെ തീർപ്പുണ്ടായത്. അതായത് മുകേഷ് അംബാനി നമ്മുടെ രാജ്യത്തെ ഏതാണ്ട് 120 ചാനലുകൾ വാൾട്ട് ഡിസ്നിയുമായി ചേർന്ന്, അമേരിക്കയുടെ വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ കുത്തക, അവരുമായി ചേർന്ന് രാജ്യത്തെ 120 ചാനലുകളിലധികമാണ് ഏറ്റെടുത്തത്. അതുപോലെ തന്നെ 2 സ്ട്രീമിംഗ് സംവിധാനങ്ങളും അവരുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലായി. അത് ഒരു മുതലാളിത്ത സംവിധാനത്തിൽ വിവിധ കോർപ്പറേറ്റുകൾ തമ്മിലുള്ള മത്സര സാധ്യതകൾ അവസാനിപ്പിക്കുകയും മാധ്യമരംഗത്ത് എല്ലാ മത്സരങ്ങൾക്കും അറുതി വരുത്തി കുത്തകകളുടെ പിടിമുറുക്കുകയും ചെയ്യുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച നമ്മുടെ ഔദ്യോഗിക സംവിധാനമാണ് കോമ്പറ്റീറ്റീവ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. അത് തീർപ്പ് കൽപ്പിച്ചത് അത്തരത്തിൽ ഒരു ടേക്ക് ഓവർ നടക്കുന്നില്ല എന്നാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയും, 2022 നമ്മുടെ രാജ്യത്തെയും ഏഷ്യയിലെയും ഒരുപക്ഷെ ലോകത്തിലെ തന്നെയും വൻകിട മുതലാളിമാരിൽ മുൻനിര കോർപ്പറേറ്റുകളിലൊന്നായ അഡാനി, NDTV എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ടെലിവിഷൻ ശൃംഖലകളിൽ സാമാന്യേന സ്വതന്ത്രമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സംവിധാനം തികച്ചും അധാർമികമായിട്ടുള്ള രീതിയിൽ ഏറ്റെടുത്തത്. അതിനെക്കുറിച്ച് അതിൻ്റെ ഉടമസ്ഥരായിരുന്ന പ്രണയ് റോയിയും അദ്ദേഹത്തിൻ്റെ പത്നി രാധിക റോയിയും പറഞ്ഞത്, ഈ ഏറ്റെടുക്കലിനെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള ചർച്ചകൾ ഉണ്ടായിട്ടില്ല. തികച്ചും അധാർമികമായിട്ടുള്ള രീതിയിൽ, നിയമവിരുദ്ധമായിട്ടുള്ള രീതിയിൽ ആ കമ്പനി ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NDTVയുടെ ഏതാണ്ട് 65% ഷെയറുകൾ അഡാനിയുടെ സ്വന്തമായി കഴിഞ്ഞു. അതുപോലെ തന്നെ 120-ലധികം ചാനലുകൾ നമ്മുടെ മറ്റൊരു കോർപ്പറേറ്റ് മുതലാളിയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. 62% ഓഹരികളാണ് മുകേഷ് അംബാനി കൈവശപ്പെടുത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ ഘട്ടം കഴിഞ്ഞ് ഒരു ഒളിഗാർക്കിയുടെ
അല്ലെങ്കിൽ ഒരു ചങ്ങാത്ത മുതലാളിത്തം നമ്മുടെ മാധ്യമ രംഗത്തെ അപ്പാടെ കൈയടക്കി എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ആരാണോ ഭരണം നടത്തുന്നത് ആ ഭരണത്തിൽ കൈകോർത്തിരിക്കുന്ന വൻകിട മുതലാളിമാരാണ് ഇത് നിയന്ത്രിക്കുന്നത്. അവരുടെ താല്പര്യങ്ങൾ, ആ മുതലാളിമാരുടെ താല്പര്യങ്ങൾ, ആ മൂലധനത്തിൻ്റെ താല്പര്യങ്ങൾ, അതോടൊപ്പം തന്നെ അവരുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ, അതായിരിക്കും ആ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുക. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെയോ തൊഴിലാളികളുടെയോ കർഷകരുടെയോ മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയോ ചെറുപ്പക്കാരുടെയോ സ്ത്രീകളുടെയോ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്ന് ഈ മൂലധന താല്പര്യങ്ങൾ, ലാഭ താല്പര്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഒന്നായിട്ട് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ മാറി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലെ നമ്മുടെ മാധ്യമ രംഗത്തെ യാഥാർത്ഥ്യം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് പല രാജ്യങ്ങളിലും മറ്റ് വൻകിട ബിസിനസ്സുകൾ നടത്തുന്നവർ മാധ്യമ രംഗത്ത് ക്രോസ് ഓണർഷിപ്പ്, അതായത് നമുക്കെല്ലാവർക്കും അറിയാം, അഡാനി കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ തുറമുഖങ്ങൾ, നമ്മുടെ രാജ്യത്തെ വിമാനത്താവളങ്ങൾ, സിമൻ്റ് ഉൽപ്പാദനം തുടങ്ങി രാജ്യത്തെ അടിസ്ഥാന വ്യവസായ വൈദ്യുതി ഉൽപ്പാദനം തുടങ്ങി എല്ലാ മേഖലകളെയും നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം തന്നെ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ കൂടി നിയന്ത്രിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. നമ്മളൊക്കെ സാധാരണ ജനാധിപത്യത്തിൻ്റെ വക്താക്കൾ എന്ന നിലയ്ക്ക് പറയാറുണ്ട്, മാധ്യമങ്ങളെക്കുറിച്ച് അത് ഒരു ജനാധിപത്യത്തിൻ്റെ 4ാം തൂൺ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, 4th എസ്റ്റേറ്റ് എന്നാണ്. ഔദ്യോഗികമായിട്ട്, അതായത് ഭരണഘടനാനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ഇതിന് പുറത്ത് അവയെ നിരീക്ഷിക്കുന്ന, അവയുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും വിമർശിക്കുകയും ചെയ്യാൻ പ്രാപ്തിയുള്ള, ശേഷിയുള്ള ഒരു മാധ്യമ രംഗം നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ അർത്ഥവത്തായിട്ടുള്ള ജനാധിപത്യം നിലനിൽക്കൂ എന്നുള്ളത് ഒരു വലിയ ജനാധിപത്യ സങ്കല്പമാണ്. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഈ കുത്തകവൽക്കരണം, അല്ലെങ്കിൽ കുത്തകവൽക്കരണത്തെ മറികടന്ന് ഇപ്പോൾ സ്ഥാപിതമായിരിക്കുന്ന ചങ്ങാത്ത മുതലാളിത്ത സംവിധാനം, ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ മാധ്യമ നിയന്ത്രണം, മാധ്യമങ്ങളെ 4th എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ആ വിശേഷണത്തിന് യാതൊരു അർത്ഥവുമില്ലാതെ ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. ലോകത്തിൻ്റെ മിക്ക രാജ്യങ്ങളിലും അത്തരത്തിലുള്ള വലതുപക്ഷ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ പിടി മുറുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ ഇപ്പോൾ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് $400 ബില്യൺ ചെലവഴിച്ച എലോൺ മസ്ക് ആണ് ഇന്ന് ഭരണത്തിൽ നേരിട്ട് പങ്കാളിയായിരിക്കുകയാണ്. ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ പൊതുധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയക്കാരൻ മുതലാളിമാർക്ക് വേണ്ടി ഭരണം നടത്തുക എന്നാണ് സംവിധാനം. ആ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ തന്നെ ഏറ്റവും പുതിയ രൂപമാണ് മുതലാളിമാർ തന്നെ നേരിട്ട് ഭരണത്തിൽ കൈകടത്തുക എന്നുള്ള സ്ഥിതിവിശേഷം. ഇലോൺ മസ്ക് അത്തരത്തിൽ ഇന്ന് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ അവിഭാജ്യ ഭാഗമായിട്ട് മാറി. ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ചപ്പോൾ അമേരിക്കയിൽ അദ്ദേഹം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടിയിട്ടാണ് എലോൺ മസ്കുമായിട്ട് നടന്ന കൂടിക്കാഴ്ചയുടെ വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭരണാധികാരികളെക്കാൾ പ്രാധാന്യം ആ രാജ്യത്തെ കുത്തക മുതലാളിമാർ, വൻകിട കുത്തകകൾ കൈവരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റുകൾ കൈവരിച്ചിരിക്കുന്നു. ഈ ദിവസത്തെ ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് 2 ദിവസങ്ങളെ ആയിട്ടുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ US സന്ദർശനം കഴിഞ്ഞ് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഇന്ത്യയിൽ തിരിച്ചെത്തി 2ാമത്തെ ദിവസം തന്നെ
ഇലോൺ മസ്ക് തൻ്റെ ഇലക്ട്രിക് കാറുകൾ വിൽക്കുന്നതിനുള്ള വിൽപ്പനാ സംവിധാനത്തിന് 13 പോസ്റ്റുകളിലേക്ക് തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള വിജ്ഞാപനം ഇതിനോടകം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതായത് 145 കോടി ജനങ്ങളുള്ളൊരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയാണ്. അമേരിക്കയുടെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ ഒരു മധ്യവർഗ ജനവിഭാഗം ഈ രാജ്യത്തുണ്ട്. അവർക്കിടയിൽ തൻ്റെ കാർ വിറ്റഴിച്ച് ലാഭമുണ്ടാക്കാൻ കഴിയുമെന്ന് ഇലോൺ മസ്കിന് ബോധ്യമുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിക്ക് ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്ക്, ഒരു മധ്യസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ പോലും ആവശ്യമില്ല എന്ന സ്ഥിതി വന്നിരിക്കുന്നു. നേരിട്ട് മുതലാളിമാരുമായി ചർച്ച നടത്താനും ആ മുതലാളിമാരുടെ താല്പര്യം നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കാനും കഴിയുന്ന ഒരു സംവിധാനം വന്നു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള എല്ലാവരും കരുതുന്നത് നമുക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി ഇത്തരം കുത്തകകളെ ചെറുക്കാൻ കഴിയും, ഇത്തരം ചങ്ങാത്ത മുതലാളിത്തത്തെ ചെറുക്കാൻ കഴിയും എന്നൊരു വലിയ ധാരണ നമുക്കുണ്ട്. ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ചിട്ടുള്ള സംഭവങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ഫേസ്ബുക്കും ട്വിറ്ററും അതുപോലുള്ള സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടന്ന മുല്ലപ്പൂ വിപ്ലവം അടക്കമുള്ള വിപ്ലവങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ വിപ്ലവങ്ങൾ എവിടെ പോയി മറഞ്ഞു എന്നുള്ളതും നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് ഈ സാമൂഹിക മാധ്യമത്തിൻ്റെ ഉടമസ്ഥന്മാർ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ ശ്രമിക്കുന്നത്? എന്തുകൊണ്ടാണ് എലോൺ മസ്ക് ഈ സാമൂഹിക മാധ്യമത്തിൻ്റെ കരുത്ത് ഇത്രമാത്രം തിരിച്ചറിയുന്ന ഒരു മുതലാളി രാജ്യത്തെ ലോകത്തെ മൈക്രോ ബ്ലോഗിംഗ് സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ ട്വിറ്റർ ഏറ്റെടുത്ത് എക്സ് എന്ന പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപയോഗിക്കുന്ന സാധാരണക്കാരനെ പോലും നിയന്ത്രിക്കാൻ തനിക്കും തൻ്റെ സംവിധാനത്തിനും കഴിയും. ഇന്ന് പണത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ, നിങ്ങളെ സംബന്ധിക്കുന്ന നിങ്ങളുടെ എല്ലാ വിവരങ്ങളും ശേഖരിക്കാനുള്ള സംവിധാനം അവർക്കുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും കൃത്യമായിട്ട് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഈ അടുത്ത ദിവസം ഒരു നെയിൽ കട്ടർ, അതായത് നഖം മുറിക്കാനുള്ളൊരു ഉപകരണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു പരസ്യം ഒന്ന് നോക്കി. ആ പരസ്യം നോക്കി ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ വരുന്ന പരസ്യങ്ങൾ മുഴുവൻ നെയിൽ കട്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ താല്പര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ താല്പര്യങ്ങളെ പരമാവധി ചൂഷണം ചെയ്ത് അവൻ്റെ ലാഭം വർദ്ധിപ്പിക്കാനുള്ള സംവിധാനങ്ങളായിട്ട് ഈ സാമൂഹിക മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം മറ്റ് പ്രധാനപ്പെട്ട സാമൂഹിക മാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് അടക്കമുള്ള മെറ്റ അടക്കമുള്ള സംവിധാനങ്ങൾ അവരുടെ നയങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഭരണ സംവിധാനത്തിനനുസൃതമായിട്ട് തങ്ങളുടെ നയങ്ങളെ മാറ്റുകയും ലോകത്തെ ആകെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഭരണകൂടങ്ങൾ അപ്രസക്തമാവുകയും ഭരണകൂടങ്ങൾക്ക് മീതെ അതിസമ്പന്നങ്ങളായിട്ടുള്ള കോർപ്പറേറ്റുകൾ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നിലവിൽ വരുന്നത്. മുൻപ് നമുക്ക് ഭാവനയിൽ കാണാൻ കഴിയുമായിരുന്നില്ല. അമേരിക്ക അവരുടെ ബഹിരാകാശ സ്റ്റേഷനിലേക്ക് അയച്ച ബഹിരാകാശ സഞ്ചാരികളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് നാസയുടെ സംവിധാനമുണ്ടായിരുന്നു. ഇന്ന് നാസയ്ക്ക് ആ സംവിധാനമില്ല. നാസയ്ക്ക് ആ സംവിധാനം ഇല്ലാത്തത് കൊണ്ടല്ല, നാസയ്ക്ക് ആ സംവിധാനം വേണ്ട എന്ന് ഭരണകൂടം തീരുമാനിക്കുകയും ആ ചുമതല കൂടി എലോൺ മസ്കിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ഭരണത്തിൻ്റെ ഏത് രാജ്യത്തിൻ്റെ ആയാലും ഭരണത്തിൻ്റെ നിയന്ത്രണം വൻകിട കോർപ്പറേറ്റുകളുടെ, ആഗോള കോർപ്പറേറ്റുകളുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം നടക്കുന്നത്. ഇന്ത്യയിൽ സമാനമായിട്ടുള്ള സംവിധാനമാണ് ഇതിനകം തന്നെ സ്ഥാപിതമായി കഴിഞ്ഞിരിക്കുന്നത്. 2 വൻകിട കോർപ്പറേറ്റുകൾ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകൾ, മാധ്യമങ്ങൾ എന്നിവയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന, ഈ രാജ്യത്തിൻ്റെ വിദേശ നയങ്ങൾ, ഈ രാജ്യത്തിൻ്റെ വ്യാവസായിക നയം, ധനനയം
തുടങ്ങി എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അത്തരം കോർപ്പറേറ്റുകളാണെന്ന് വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കുക, 2014 നരേന്ദ്രമോദി ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വിദേശ സന്ദർശനം ആരംഭിക്കുമ്പോൾ അദ്ദേഹം എടുത്ത സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനമാണ് മാധ്യമപ്രവർത്തകരാരും തൻ്റെ എൻടൂറേജിൽ ആവശ്യമില്ല. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയുടെ രാഷ്ട്രപതിയോ മറ്റ് ഉന്നതരായിട്ടുള്ള മന്ത്രിമാരോ ഉദ്യോഗസ്ഥരോ വിദേശ സന്ദർശനം നടത്തുമ്പോൾ മുൻകാലങ്ങളിൽ ഒരു പതിവുണ്ടായിരുന്നു. 2014 മുൻപൊരു പതിവുണ്ടായിരുന്നു. രാജ്യത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകരെ അവരുടെ ഒപ്പം തന്നെ കൂട്ടിക്കൊണ്ടുപോവുക, അവർ പോയിട്ട് എന്ത് ഇടപാടുകളാണ് അവിടെ നടത്തുന്നത്, ഏത് തരത്തിലുള്ള കരാറുകളാണ് നിർവഹിക്കുന്നത് തുടങ്ങിയത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമായിരുന്നു. അത് പൂർണ്ണമായിട്ടും 2014 അവസാനിപ്പിച്ചു. അതിനുശേഷം ഈ മാധ്യമ മുതലാളിമാരാണ് അവരോട് ഒപ്പം സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മുടെ ഓർമ്മ പുതുക്കിയാൽ മതി. ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തി. ആ സന്ദർശനം നടത്തിയപ്പോൾ അവിടെ പത്രപ്രവർത്തകരുമായി ഉണ്ടായ ചില ചർച്ചകൾ, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് പത്രപ്രവർത്തകരെ കാണാൻ നരേന്ദ്രമോദി സന്നദ്ധമല്ല. കാരണം പത്രപ്രവർത്തകർ ചിലപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമല്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിക്കും. അദ്ദേഹം ഒരു പത്രപ്രവർത്തകയോട് വളരെ ക്ഷുഭിതനായി സംസാരിക്കുകയുണ്ടായി. എന്നാൽ അവിടെ നടന്ന വൈറ്റ് ഹൗസിൽ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിനോടൊപ്പമുള്ളവർക്കും നടത്തിയ വിരുന്നിൽ പങ്കെടുത്ത ആൾക്കാരെക്കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള ഒരു പത്രപ്രവർത്തകനെക്കുറിച്ചും അവർ പറഞ്ഞില്ല. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമുതലാളിയായിട്ടുള്ള റിലയൻസിൻ്റെ പെട്ടെന്ന് എനിക്ക് പേര് ഓർമ്മ വരുന്നത്, റിലയൻസിൻ്റെ മേധാവിയും അംബാനിയും അദ്ദേഹത്തിൻ്റെ പത്നി നിത അംബാനിയും ഏത് വസ്ത്രം ധരിച്ചാണ് ആ വിരുന്നിൽ പങ്കെടുത്തത് എന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ പത്രങ്ങളും വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അവരുടെ താല്പര്യങ്ങളെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അമേരിക്കയിൽ ഇപ്പോൾ നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തെ തുടർന്ന് വന്ന വാർത്തകളിൽ ഇവിടുത്തെ കർഷകരെ ബാധിക്കുന്ന, ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന കരാറുകളെ സംബന്ധിച്ചിട്ടുള്ള പരാമർശങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി സംഭവമായി വ്യാഖ്യാനിക്കപ്പെട്ടത് ഇലോൺ മസ്കുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അതായത് നമ്മുടെ മാധ്യമ രംഗത്തിൻ്റെ മുൻഗണനകൾ തന്നെ മാറ്റിമറിക്കുന്നതിന് ഈ ചെങ്ങാത്ത മുതലാളിത്തത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് സാമൂഹിക മാധ്യമങ്ങൾ വഴി പരിഹരിക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെ വ്യാമോഹം മാത്രമാണ്. സാമൂഹിക മാധ്യമങ്ങൾ വഴി നിലവിലുള്ള സാമൂഹിക മാധ്യമങ്ങൾ, കാരണം ലോകത്ത് ഇന്ന് നിലവിലുള്ള പ്രത്യേകിച്ചും ഇന്ത്യ പോലൊരു രാജ്യത്ത് ഈ സാമൂഹിക മാധ്യമങ്ങൾ, ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഒക്കെ ശരി, അതിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരെ നിയന്ത്രിക്കുന്ന മാധ്യമങ്ങളാണ് ഈ മാധ്യമങ്ങളെല്ലാം തന്നെ. ആ മാധ്യമങ്ങളൊക്കെ ചൂഷണം ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള ഈ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെയാണ്. അപ്പോൾ അവരുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അവരെ നമുക്ക് കടന്നാക്രമിക്കാൻ കഴിയും എന്ന് നമുക്ക് കഴിയുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ അത് തികച്ചും ശ്രമകരമായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ എല്ലാ സ്വഭാവത്തെയും, നമ്മുടെ ഉപഭോഗ സ്വഭാവത്തെ, നമ്മുടെ ഭക്ഷണക്രമത്തെ, നമ്മുടെ ജീവിതക്രമത്തെ, നമ്മുടെ ചിന്താ പദ്ധതികളെ അപ്പാടെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സാമൂഹിക മാധ്യമങ്ങൾ നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ ചിന്തയിൽ ഒക്കെ സ്ഥാനം പിടിച്ചിരിക്കുന്നുവെന്ന് നാം ഗൗരവമായി തിരിച്ചറിയണം. ഇവിടെയാണ് രാഷ്ട്രീയമായ പ്രതിരോധത്തിൻ്റെ പ്രസക്തി ഉയർന്നു വരുന്നത്. മാധ്യമങ്ങളെ ഇപ്പോൾ എങ്ങനെയാണ് സാമൂഹിക മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആധുനിക ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കഴിഞ്ഞ 15-ാം തീയതി ഉണ്ടായത്. തമിഴ്നാട്ടിൽ പ്രസിദ്ധീകരിക്കുന്ന വികടൻ
എന്ന് പറയുന്ന വികടൻ എന്ന് പറയുന്ന ഒരു വാരികയാണ്. ഏതാണ്ട് 100 വർഷത്തിലധികം പഴക്കമുള്ള ആക്ഷേപഹാസ്യ രംഗത്ത് വളരെയേറെ പ്രശസ്തമായിട്ടുള്ള തമിഴ് ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ് വികടൻ. ആ വികടൻ്റെ ഓൺലൈൻ സംവിധാനം ഫെബ്രുവരി 15-ാം തീയതി യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇൻ്റർനെറ്റിൽ നിന്നും അപ്രത്യക്ഷമായി. എന്താണ് സാങ്കേതികമായിട്ടുള്ള തകരാറാണെന്നാണ് അവിടുത്തെ ജീവനക്കാർ ആദ്യം കരുതിയത്. ഒരു കാർട്ടൂൺ അവർ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കാർട്ടൂൺ ഇന്നത്തെ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന ഒരു കാർട്ടൂണാണ് അതിൽ വരച്ചു വെച്ചിരുന്നത്. അത് ഒരു നീല ബന്ദുകള കോട്ടും ധരിച്ച് കയ്യിലും കാലിലും വിലങ്ങ് ധരിച്ച് നരേന്ദ്രമോദി സംസാരിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അനധികൃത കുടിയേറ്റക്കാരായിട്ടുള്ള ഇന്ത്യക്കാരെ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ തിരിച്ചെത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാലും കൈയും ചങ്ങലക്കിട്ടാണ് അവിടെ നിന്നും അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളിൽ കയറ്റി അയച്ചത്. ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ, ഇന്ത്യൻ ജനതയുടെ ആത്മാഭിമാനത്തെ, ഒരു സ്വതന്ത്ര പരമാധികാരിക റിപ്പബ്ലിക് എന്നുള്ള ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളാണ് ഉണ്ടായത്. അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡൻറ്റുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്കയിലെ പട്ടാളക്കാർ ഇവരെ ആട്ടിത്തെളിയിച്ച് ഇവിടേക്ക് എത്തിച്ചത്. ആ സംഭവത്തെ പ്രതിനിധാനം ചെയ്യുന്ന, അതിനെ പരിഹസിക്കുന്ന ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിലാണ് യാതൊരു മുന്നറിയിപ്പുകളും, നിയമപരമായി ന്യായമായി നൽകേണ്ട മുന്നറിയിപ്പുകൾ പോലും നൽകാതെ അത് അപ്രത്യക്ഷമായത്. നമ്മുടെ രാജ്യത്ത് കാർട്ടൂണുകളോട് ഇത്ര വിദ്വേഷം എപ്പോഴാണ് ഉണ്ടായത്? നാം ഒന്ന് തിരിച്ചറിയുക. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർട്ടൂണിസ്റ്റുകളിൽ പരമാവധി പേരും മലയാളികളാണ്. അബു എബ്രഹാം, ശങ്കർ തുടങ്ങി ഏറ്റവും പ്രമുഖരായിട്ടുള്ള OV വിജയൻ തുടങ്ങി ഒരുപാട് കാർട്ടൂണിസ്റ്റുകളെ നമ്മൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ, അത് ജവഹർലാൽ നെഹ്റു ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി ആയിക്കോട്ടെ, നരസിംഹറാവു ആയിക്കോട്ടെ, തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരെയും അവരുടെ ചെയ്തികളെയും വിമർശിക്കുന്ന കാർട്ടൂണുകൾ കാലാകാലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഔദ്യോഗിക സംവിധാനം ഒരു പത്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ, 100 വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പത്രത്തിൻ്റെ പ്രസിദ്ധീകരണം തന്നെ അവസാനിപ്പിക്കാൻ മുതിർന്നിരിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ചെങ്ങാത്ത മുതലാളിത്തം ആഴത്തിൽ വേരോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ അവർ ചങ്ങലക്കിട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഞാനേറെ ദീർഘിപ്പിക്കുന്നില്ല. വളരെ വളരെ ശ്രമകരമായിട്ടുള്ള, വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ പടിവാതിക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം മാത്രമല്ലത്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ എന്നാണ് നമ്മൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 5 വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം അത് പറയുന്നത്. പക്ഷേ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലാ വർഷവും ആ മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പുറത്തുവിടുന്ന ഒരു ആഗോള തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്. അതിരുകളില്ലാത്ത റിപ്പോർട്ടർമാർ എന്ന പേരിൽ, റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ഫ്രോണ്ടിയേഴ്സ്, അതിരുകളില്ലാത്ത റിപ്പോർട്ടർമാർ എന്ന പേരിൽ പാരീസ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ലോകത്തിലെ 150 രാജ്യങ്ങളിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠനം നടത്തുകയും വർഷാവർഷം അതിൻ്റെ റാങ്കിങ് പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. 180 രാജ്യങ്ങളിൽ 159ാമത് സ്ഥാനമാണ് ഇന്ത്യയുടേത്. 159ാമത് സ്ഥാനം എന്ന് മാത്രമല്ല, ആ 159ാമത് സ്ഥാനം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനും സോമാലിയയ്ക്കും പിന്നിലാണ് ഇന്ത്യ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന്, ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഏറ്റവും ഫലപ്രദമായ ഉത്തമമായിട്ടുള്ള മാർഗം ആ രാജ്യത്തിൻ്റെ മാധ്യമ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിക്കുന്ന യാതൊരു നിയമവും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 19ാം ആർട്ടിക്കിൾ 1A പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അത്
എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കുമുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം മാത്രമേ പത്രപ്രവർത്തകർക്കുള്ളൂ, പത്രങ്ങൾക്കുള്ളൂ. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പത്രങ്ങൾക്കും ഇന്ത്യയിലെ പൗരന്മാർക്കും ഒരു സ്വതന്ത്ര രാജ്യത്തെ പൗരന്മാർക്കുള്ള മാധ്യമങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് 2024 മാധ്യമ സ്വാതന്ത്ര്യ സൂചിക നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യം, മാധ്യമങ്ങളുടെ കോർപ്പറേറ്റ് വൽക്കരണം അല്ലെങ്കിൽ അതിൻ്റെ ചെങ്ങാത്ത മുതലാളിത്തവൽക്കരണം എന്ന് പറയുന്നതിനെ ചെറുക്കുക എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. നമ്മുടെ ഭരണഘടന നമ്മുടെ മനുഷ്യർക്ക്, നമ്മുടെ പൗരന്മാർക്ക് ഉറപ്പു തരുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനാണ് അത് ആഹ്വാനം നൽകുന്നത്. ഞാൻ കരുതുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ 24ാമത് പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന ഈ സെമിനാർ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഈ കാതലായിട്ടുള്ള അടിസ്ഥാന പ്രശ്നത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുമെന്നും നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അത് ഉറപ്പു നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ഉള്ള വിപുലമായിട്ടുള്ള വിശാലമായിട്ടുള്ള പോരാട്ടത്തിൽ അണിചേരുന്നതിന് തൊഴിലാളി വർഗത്തെയും കർഷകരെയും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയും പ്രേരിപ്പിക്കുന്ന ഒന്നായി ഈ കോൺഗ്രസ് മാറും. അതിൻ്റെ മുന്നോടിയായിട്ട് നടക്കുന്ന കേരളത്തിലെ പാർട്ടിയുടെ സമ്മേളനം മാറും എന്നുള്ള പ്രതീക്ഷയോടുകൂടി, എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ലാൽ സലാം. രാജാജി മാത്യു വളരെ വിശദമായി തന്നെ ഈ വിഷയത്തിൻ്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളിവിടെ അവതരിപ്പിച്ചു. ഇനി നമ്മളോട് സംസാരിക്കുന്നത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായരാണ്. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാം നമ്മുടെ ഈ 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സഖാവ് നായനാരുടെ പ്രസംഗം നമ്മുടെ പ്രചരണ കമ്മിറ്റി സംപ്രേഷണം ചെയ്തത് 24 ന്യൂസിൽ കാണിച്ചുകൊണ്ട് ആണ് അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മളെല്ലാം ഇന്ന് കാണുകയുണ്ടായി. തീർച്ചയായും ഇടതുപക്ഷത്തോടൊപ്പം എക്കാലത്തും നിന്നിട്ടുള്ള ഒരാളും മാധ്യമരംഗത്ത് വളരെയേറെ വ്യത്യസ്തതകളോടുകൂടി നിലകൊള്ളുന്ന ഒരാളുമായ ശ്രീ ശ്രീകണ്ഠൻ നായർക്ക് വളരെ ഫലപ്രദമായി നമ്മുടെ ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കാനാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ സ്നേഹത്തോടുകൂടി ആർ ശ്രീകണ്ഠൻ നായരെ ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ നിന്നാണ് സംസാരിക്കുന്നതെന്നുകൊണ്ട് മറയിടരുത് എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഈയിടെ മറ കീറി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാനിന്ന് വിട്ടില്ലായി. കൊട്ടാരക്കരയിൽ നിന്ന് സ്വന്തം നാട്ടുകാരെ നോക്കി കള്ളങ്ങൾ വിളിച്ച് പറയേണ്ടെന്ന് വിചാരിച്ച് കുറേ സത്യങ്ങൾ പറഞ്ഞു. അതും കഴിഞ്ഞ് ഞാൻ കൊച്ചി ചെന്നിറങ്ങിയപ്പോൾ ഞാൻ ആരെക്കുറിച്ച് പറഞ്ഞു, അയാൾ ഓഫീസിൻ്റെ വരാന്തയിൽ നിൽപ്പുണ്ട്. അപ്പോഴാണ് ഞാൻ അതിൻ്റെ അപകടം മനസ്സിലാക്കി. ആകെ 85-90 പേരുള്ള ഒരു സദസ്സിൽ വെച്ചായിരുന്നു ഞാൻ ഈ പരമരഹസ്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടത്. അവിടുന്ന് തത്സമയ സംപ്രേഷണം ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ അത് ലൈവായിരുന്നു. ഇപ്പോഴും 2 ലൈവുണ്ട്, ഞാൻ കാണുന്നു. അതുകൊണ്ട് നേരെ തിരിച്ച് കൊച്ചിയിലേക്കാണ് പോകേണ്ടതെന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ കെയർഫുള്ളായിരിക്കും സംസാരിക്കുമ്പോൾ. ഞാനും നികേഷും ഒക്കെ ടെലിവിഷൻ അവതാരകരാണ്. നികേഷ് ഇപ്പം കുറച്ച് റിട്ടയർമെൻ്റ് എടുത്തിരിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഇത്രയും ഏതാണ്ടൊരു 2015 ഈ ഫ്ലവേഴ്സ് TV സംപ്രേഷണം ആരംഭിക്കുന്നത്. ഇത് കുറച്ച് കാലം കഴിഞ്ഞൊരു 2018 ഡിസംബറൊക്കെ ആയപ്പം 24 സംപ്രേഷണം തുടങ്ങി. ഒരു ഡിജിറ്റൽ ശൃംഖലയും ഈ നെറ്റ്വർക്കിലുണ്ട്. എൻ്റെ നാട്ടുകാരോട് ഞാൻ മനസ്സ് തുറന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്ന് തിരിച്ചറിയുന്നൊരു സത്യം എന്താണെന്നറിയാമോ? അവതാരകൻ്റെ ജീവിതം ഏറ്റവും സുഖകരം. നികേഷും അത് നെഞ്ചത്തടിച്ച് പറയും. കാരണം ഒരു അവതാരകൻ്റെ കുപ്പായം എടുത്ത് ഞാൻ ടെലിവിഷൻ സ്ക്രീനിലേക്ക് വന്നത് 1993 ഡിസംബറിലാണ്. നിങ്ങൾക്കറിയാം, 93 ഒരു ഓണക്കാലത്താണ് ഏഷ്യാനെറ്റ് സംപ്രേഷണം ആരംഭിക്കുന്നത്. വളരെ തുടക്കം മുതലേ തന്നെ ഏഷ്യാനെറ്റിനൊപ്പം സഞ്ചരിച്ച ഒരാളാണ് ഞാൻ.
ഈ അവതാരകനായുള്ളൊരു സുഖം എന്താണെന്ന് ചോദിച്ചാൽ ജോലിക്കാരനൊന്നും ആവരുത്. നമ്മൾ അവതരിപ്പിച്ചു, നമ്മുടെ പൈസയും വാങ്ങിച്ചു, ഈ ജോലി ചെയ്ത 24 മണിക്കൂർ നമ്മുടെ ഈ പരിപാടി നന്നാക്കാൻ വേണ്ടി ജോലി എടുത്ത പ്രൊഡ്യൂസറെ 4 ചീത്തയും വിളിച്ചിട്ട് എവനെയൊക്കെ പിടിച്ച് പ്രൊഡ്യൂസറൊക്കെ ഇത് ഏഷ്യാനെറ്റിലെ നടക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കടന്നു പോവാം. എൻ്റെ ഭാര്യയുടെയും എൻ്റെ 2 കുട്ടികളുടെയും കാര്യം മാത്രം നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് മതി നാട്ടുകാരുടെ പ്രശ്നങ്ങൾ. എന്നാൽ ഇന്നതല്ല. നമുക്ക് പ്രത്യക്ഷമായിട്ട് ഒരു 550-600 ജീവനക്കാരുണ്ട്, പരോക്ഷമായിട്ടൊരു 1000 ആൾക്കാരുമുണ്ട്. ഞാൻ എന്താലോചിക്കുമ്പോഴും എവിടെ കഞ്ഞുകൂടി മുട്ടിക്കാൻ പാടില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ഈ ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് പറയാറുണ്ട്, വളരെ വൈവിധ്യമാർന്ന ഒരു പരസ്യമല്ല തരാൻ പോകുന്നത്, കഞ്ഞി കുടിക്കണം, അതുകൊണ്ട് ഈ പരസ്യം കാണിക്കുകയാണെന്ന് എൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ ഞാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീട്ടിലിരുന്ന് ടെലിവിഷൻ ചാനലിൽ കാണുമ്പോൾ, ഞാൻ ഈ പത്രമാധ്യമത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പത്രമാധ്യമത്തിൻ്റെ കാര്യം പറഞ്ഞാൽ വല്ലാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ നവംബർ 1-ാം തീയതി മുതൽ ഞാൻ തൃപ്പൂണിത്തുറയിലേക്ക് താമസം മാറ്റി. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ 1-2 പത്രങ്ങൾ ഞാൻ വീട്ടിൽ വരുത്താറുണ്ട്. തൃപ്പൂണിത്തുറയിലേക്ക് മാറിയ സാഹചര്യത്തിൽ ഞാൻ ഒരു പത്രത്തിലേക്ക് ചുരുക്കാൻ തീരുമാനിച്ചു. കാര്യം അത്രയധികം പത്രങ്ങൾ ഓഫീസിൽ വരുത്തുന്നുണ്ടല്ലോ. എന്നാൽ ഇന്നലെ എൻ്റെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന എൻ്റെ ഇളയ മകൻ എന്നെ ഞെട്ടിച്ചു. ഞാൻ പറഞ്ഞു, വീട്ടിലുള്ള പിള്ളേരൊക്കെ പത്രം വായിക്കട്ടെ എന്ന് കരുതിയാണ് രാവിലെ ഒരു പത്രം വീട്ടിൽ വരുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അങ്ങനെ ഒരു പത്രം വീട്ടിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. നവംബർ 1-ാം തീയതി മുതൽ വീട്ടിൽ പത്രം വന്ന് തുടങ്ങിയതാണ്. അവനൊരു പുതിയ തലമുറയുടെ ന്യൂജൻ്റെ ആളാണ്. ഇവിടെ നിങ്ങൾ കേട്ടല്ലോ നമ്മുടെ ആളുകളൊക്കെ പറയുന്ന AI കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് പത്രരംഗം വല്ലാത്ത ശ്വാസം മുട്ടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സർക്കുലേഷൻ ഒരിക്കലും പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ കേരളത്തിലെ മുഖ്യധാരാ പത്രങ്ങളൊക്കെ തന്നെ ABC കണക്ക് കൊണ്ട് ഒരു കാലത്ത് നമ്മുടെ വായനക്കാരെ ഞെട്ടിച്ചുവെങ്കിൽ അതേ കണക്ക് ഇന്ന് അവരെ ശ്വാസം മുട്ടിക്കുന്നു എന്നതുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ടെലിവിഷനിൽ മാത്രമായി ഇത് പരിമിതപ്പെടുത്തുകയാണ്. കോർപ്പറേറ്റുകൾ മാധ്യമലോകം അടക്കി വാഴുന്നു എന്നാണ് നമ്മൾ ഇവിടെ കരയാൻ തുടങ്ങിയത്. ഞാൻ നിങ്ങളോട് തുറന്നൊരു കാര്യം ചോദിക്കട്ടെ. ഏത് രംഗത്താണ് കോർപ്പറേറ്റുകൾ കേരളത്തിൽ കടന്നു കയറാത്തത്? കോർപ്പറേറ്റുകൾ തന്നെ പല സ്വഭാവക്കാരാണ്. ലോക്കൽ കോർപ്പറേറ്റുകളുണ്ട്, നാഷണൽ കോർപ്പറേറ്റുകളുണ്ട്, മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനികളുണ്ട്. അപ്പോൾ ഈ കോർപ്പറേറ്റുകൾ എന്ന് പറയുന്നത്, നിങ്ങൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് എളുപ്പം ചെയ്യാവുന്നൊരു പണിയാണ് കണ്ണിമാങ്ങ പറിച്ച് ഉപ്പിലിട്ട് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുക. ഇന്ന് നിങ്ങൾ 4-5 പേരൂടെ ചേർന്ന്, ഞാൻ എൻ്റെ നാട്ടുകാരെ വേണ്ടി രഹസ്യം പറയുകയാണ്, 4-5 സ്ത്രീകൾ ചേർന്ന് കണ്ണിമാങ്ങ ഉപ്പിലിട്ട് അതിൻ്റെ ചേരുവകളൊക്കെ ചേർത്ത് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല കവറൊക്കെ ചെയ്ത് വിദേശത്തേക്ക് അയച്ചാൽ നല്ലൊരു സ്ഥാപനമാണ്. അത് കുറേ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ഒരു MNC വരും, ഒരു ബഹിരാഷ്ട്ര കമ്പനി വരും. കേരളത്തിലെ നിങ്ങൾ അറിയപ്പെടുന്ന കറി പൗഡറുകൾ, പുട്ടുപൊടി, അതുപോലെ നിങ്ങളറിയുന്ന ആശുപത്രികൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിലും ഇപ്പോൾ ഒരു കോർപ്പറേറ്റിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, പേര് മാത്രമേ പഴയതുള്ളൂ. നമ്മുടെ ടെലിവിഷൻ കമ്പനികളും ഒക്കെ തന്നെ വലിയ വലിയ കോർപ്പറേറ്റുകൾക്ക് മുന്നിലാണ്. നിങ്ങൾ കോർപ്പറേറ്റ് എന്ന് വിളിക്കുന്നത് നിക്ഷേപത്തിലാണോ അവതരണത്തിലാണോ എന്നുള്ള കാര്യം ഞാൻ പറയാം. ഞാൻ വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായ പ്രകാശ് ജാവദേക്കറെ ഒരു ദിവസം കൊച്ചിയിൽ വെച്ച് കണ്ടു. നമ്മളൊരാളെ കണ്ടുപോയാലൊക്കെ വലിയൊരു പ്രശ്നമായി മാറുന്ന കേരളമാണിത്. ഞാൻ വാർത്താവിതരണ മന്ത്രിയെ കോഴിക്കോട്ട് വെച്ച് കണ്ടപ്പോൾ CPMൻ്റെ അനുഭാവികൾ ഉൾപ്പെടെ ആളുകൾ എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ എഴുതി. ഐഷ മാം ഒക്കെ പറയുന്നുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. അവിടെ മനോരമയുടെ പത്രാധിപ സമിതി അംഗം ഉണ്ടായിരുന്നു, കൈരളി ചാനലിൻ്റെ ആളുണ്ടായിരുന്നു, കേരളത്തിലെ മിക്ക മാധ്യമ പ്രവർത്തകരും അവിടെ ഉണ്ടായി. കൈരളിക്കാർക്ക് അവർ ക്ഷണമില്ലായിരുന്നു എൻ്റെ തോന്നൽ, മീഡിയ ഒന്നും. മറ്റുള്ള മാധ്യമങ്ങൾ 10-18 മാധ്യമങ്ങളുണ്ട്, അവരുടെ ഒന്നും പേര് കണ്ടില്ല. മാത്രമല്ല, ഞാൻ ഈ അടുത്ത കാലമായിട്ട് കണ്ടെത്തിയ ഒരു നേട്ടം എന്താണെന്നറിയാമോ? 24 വാർത്താ ചാനലിൽ എന്ത് സംപ്രേഷണം ചെയ്താലും തന്തയ്ക്ക് വിളി മുഴുവൻ എനിക്കാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ടെൻഷനാണ്. ഞാൻ യാത്ര ചെയ്യുമ്പോഴൊക്കെ നോക്കിയിടെ ഈ വാർത്ത കൊടുക്കണം. ഇപ്പോൾ KN ബാലഗോപാലിനെ കുറിച്ച്
നല്ലൊരു വാർത്ത പോയാൽ എനിക്ക് സന്തോഷമാണ്, മോശപ്പെട്ട വാർത്ത പോയാൽ ബാലഗോപാലിൻ്റെ ഫോൺ കോൾ എനിക്ക് തന്നെയായിരിക്കും വരിക. അതുകൊണ്ട് എപ്പോഴും എനിക്കൊരു ടെൻഷനാണ്. എന്ന് മാത്രവുമല്ല, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കൊട്ടാരക്കരയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഭാര്യാസമേതനായിട്ടാണ് കൊച്ചിയിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് വന്നത്. എന്നാൽ ഈ സമ്മേളനത്തിലേക്ക് വരാൻ ഇവർ വിസമ്മതിച്ചു. ഞാനില്ല അങ്ങോട്ടെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ സ്ത്രീ ജനങ്ങളെ പരിഗണിക്കാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ പ്രവർത്തകരും പ്രവർത്തിക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത്. എനിക്ക് പറയാൻ അതിലൊരു സങ്കോചവുമില്ല. ഈ അടുത്തിടെ നമ്മൾ സംപ്രേഷണം ചെയ്തൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യയുടെ പടം വെച്ച് സോഷ്യൽ മീഡിയകളിൽ അവർ ഒരു ബംഗാളിയോടൊപ്പം ഒളിച്ചോടി എന്ന് വാർത്ത കൊടുത്തു. നിങ്ങൾ വിചാരിക്കും ഇതൊരു തമാശയായിട്ട് ആളിൽ കാണുമെന്ന്. പലരും എൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, ഭാര്യ എപ്പോഴും വീട്ടിലുണ്ടോ, അതോ ബംഗാളിയോടൊപ്പമാണോ? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ സുഖവിവരം അന്വേഷിക്കുമ്പോൾ ചോദിക്കുന്നു, അങ്കിളെ വീട്ടിൽ വിശേഷമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നെ ഏറ്റവും മുറിവേൽപ്പിച്ചൊരു കാര്യം എന്താണെന്ന് കൂടി ഞാൻ പറയാം. എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകളാണ് കൊട്ടാരക്കരയുള്ളത്. ഞാൻ കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ അഭിമാനിക്കുന്ന ഒരാളാണ്. കൊട്ടാരക്കരയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് മാറാൻ എപ്പോഴും ടെലിവിഷൻ സ്ക്രീനിൽ താല്പര്യം കാണിക്കുന്ന ആളാണ്. കൊട്ടാരക്കരയിൽ നിന്നൊരു ചെറുപ്പക്കാരനും ഇതിൽ പ്രതിയായി. അയാളുടെ വലിയ ക്രിമിനൽ കേസുണ്ട്. കേരളത്തിൽ 18ഓളം ക്രിമിനൽ കേസുകൾ ഈ കാര്യം ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ മലപ്പുറത്തുള്ള ഒരു ഇതിൽ പ്രവർത്തിച്ച ഒരാൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അയാളെ ഒരു ദിവസം തടവിൽ വെച്ചു, ലോക്കപ്പിലിട്ടു. മറ്റുള്ള ഈ കൊട്ടാരക്കരക്കാരൻ്റെ കേസും പരിഗണനയിലാണ്. ഉടനെ വരും അദ്ദേഹം. ഞാൻ ഭീഷണിപ്പെടുത്തുകയല്ല. കാരണം കേരളത്തിലെ ഏത് താലൂക്കുകളിൽ നിന്ന് ആക്രമണം വന്നാലും കൊട്ടാരക്കരയിൽ നിന്ന് എനിക്ക് ആക്രമണം വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു മുറിവാണ് ഈ ചെറുപ്പക്കാരനെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അന്തിമമായൊരു നിയമയുദ്ധത്തിന് ഞാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടി അറിയണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലെ സൈബർ ഇടങ്ങളിൽ നടത്തുന്ന അക്രമങ്ങളെക്കുറിച്ച് വ്യക്തിപരമായ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഡയറക്ടർ എന്നുള്ള പോലീസിന് കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതേ പ്രതികളെ അറസ്റ്റ് ചെയ്തതിനെ തടസ്സപ്പെടുത്താൻ മലപ്പുറത്ത് DYFI പ്രവർത്തകർ പ്രകടനം നടത്തി. എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരു സ്ത്രീയെ അപഹസിച്ച് വാർത്തകൾ കൊടുത്ത ആളുകളെ പിൻബലം ചെയ്യുന്ന ആളുകളുടെ സമ്മേളനം നടത്താൻ ഞാനില്ലെന്നാണ് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എടുക്കരുത് ദയവീത്. നിങ്ങൾ അവരുടെ മനസ്സിലൊരു മുറിവേറ്റാൽ അതൊന്നും അങ്ങനത്തെ എളുപ്പം പോകുമെന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. നമ്മളൊക്കെ മറന്നുപോകും. ആണി കുത്തിയ കയറാത്ത തൊലിയാണ് എൻ്റേത്. ഞാനത് ശീലിച്ചു കഴിഞ്ഞു. പക്ഷേ എൻ്റെ വീട്ടിലുള്ളവർ അത് പാലിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ അച്ഛൻ തന്നെ മരിച്ചു പോയിട്ട് കുറേ കൊല്ലങ്ങളായി. നാട്ടിൽ മേലില എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ചെറിയൊരു റേഷൻ കടയുമായിട്ടൊക്കെ ജീവിച്ച് എന്നെയൊക്കെ പഠിപ്പിച്ച് ജീവിതം കടന്നുപോയ ഒരാളാണ് എൻ്റെ അച്ഛൻ. എനിക്ക് എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുണ്ട്. 60-70 കിലോ ഭാരമുള്ള വളരെ സാധനങ്ങളൊക്കെ ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് വന്ന് ജീവിച്ചു പോയ ഒരാളാണ്. ആ ആളിനെ മറുനാടൻ മലയാളി പോലെയുള്ള ആളുകൾ തന്തയ്ക്ക് പറയുമ്പോൾ എനിക്ക് സഹിച്ചു കൊടുക്കാൻ പറ്റില്ല. ഞാൻ സഹിച്ചു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും നമ്മുടെ നെറ്റ്വർക്കിൻ്റെയും മുഴുവൻ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ സൈബർ ഇടങ്ങളിൽ നെറുകേട് കാണിക്കുന്ന ആളുകൾ, അത് ഏത് പാർട്ടി ആയാലും, അവർക്കെതിരെ നിയമപരമായ നടപടികളെടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നടപടികൾ ചെയ്യുകയാണ്. ഞാനിത് പറയേണ്ട കാര്യം ഇത് കൊട്ടാരക്കരയിലാണ്ട് ഞാൻ പറയുകയാണ്. ഇതിലൊരു ആൾ, ഇതിൽ പ്രചരിപ്പിച്ചവരിൽ ഒരാൾ ഖത്തറിലുള്ള 2 പേരുണ്ട്. അപ്പോൾ ഈ വിദേശ നാടുകളിൽ സൗദി അറേബ്യയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്ന പാതിരാത്രിക്ക് നമ്മൾ സൈബർ ഇടങ്ങളിൽ എന്തെങ്കിലും എഴുതി വിട്ടാൽ നമ്മളെ ആരും പിടിക്കില്ല എന്നാണ്. വളരെ മണ്ടത്തരമാണ് കേട്ടോ. ഞാൻ ഇന്ത്യൻ എംബസിയിലേക്ക് പരാതി അയച്ചിട്ട് ഈ ഖത്തറിലുള്ള ചെറുപ്പക്കാരനെ എംബസിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ആ ഇന്ത്യൻ എംബസിയിലെ 2ാമത്തെ സെക്രട്ടറി ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ജോലി മിക്കവാറും പോയി കിട്ടും. ആ ക്രിമിനൽ കേസുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ കുറ്റവാളികളെ കൈമാറ്റം ചെയ്യാനുള്ള നിയമം നിലനിൽക്കുന്ന ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് നിന്നെ പിടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞു. ഇപ്പോൾ അയാൾ പ്രശ്നം പരിഹരിക്കാൻ നടക്കുക. അത് എന്നോട് പലരും ചോദിച്ചു. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ഒരു സംഭാഷണത്തിൽ ഒരിക്കൽ എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇങ്ങനെ കളയുന്നത്? സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഇങ്ങനെയുള്ള അക്രമങ്ങളെ നിങ്ങൾ എന്തിനാണ് ഗൗരവത്തോടെ കാണുന്നത്? പന്നിക്കൂട്ടത്തോട് ആരെങ്കിലും ഏറ്റുമുട്ടാൻ പോകുമോ? ഞാൻ വിജയേട്ട ഒരിക്കലും അതല്ല.
സംസ്ഥാന മുഖ്യമന്ത്രി സൈബർ ഇടത്തിൽ ആക്രമിച്ചാൽ അങ്ങ് ആക്ഷൻ എടുത്തില്ലെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു സന്ദേശമുണ്ട്. മുഖ്യമന്ത്രിയെ തെറി വിളിച്ചാലും എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ധാർഷ്ട്യം ആ ചെറുപ്പക്കാരനുണ്ടാകും. അത് അനുവദിച്ചു കൊടുക്കരുത്. അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം പോലീസ് സ്റ്റേഷനുകളിൽ പരാതികളുമായി പോകാൻ ആളുകൾ പഠിക്കും. മുഖ്യമന്ത്രിയെ തെറി വിളിച്ചിട്ടൊന്നും സംഭവിച്ചില്ല, പിന്നെ ഞാൻ പരാതി കൊടുത്തിട്ട് എന്ത് കാര്യം? നിങ്ങളൊരു കാര്യം തീരുമാനിച്ചോളൂ. ഇതിനിടയിൽ തന്നെ പോസ്റ്റുകളൊക്കെ സ്വതന്ത്രമായിടുന്ന ആളുകൾ കണ്ടേക്കാം. അവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ജീവിക്കുന്ന ഡിജിറ്റൽ ലോകത്താണ്. 24-ന്റെ കോപ്പിറൈറ്റ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തൊരു ലോഗോ നിയമവിരുദ്ധമായി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ സംഘബലത്തിൻ്റെയും സംഘടനാബലത്തിൻ്റെയും പേരിലായിരിക്കും ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. പക്ഷേ കോടതിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കയറി നിൽക്കണം. നമ്മൾ കോടതിയിൽ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുമ്പോൾ പിൻബലത്തിന് ഒരു രാഷ്ട്രീയ കക്ഷിയും നിങ്ങൾക്കുണ്ടാവില്ല. ഡിജിറ്റൽ ലോകത്ത് തെളിവുകൾ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അതുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ യുദ്ധം തുടരുകയാണ്. കുറേ ആൾക്കാരിങ്ങനെ തെറി വിളിക്കുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് വിട്ടുകളയാമെന്ന്. പക്ഷേ അവസാനം എൻ്റെ വീട്ടിലേക്ക് കയറി ആക്രമിച്ചപ്പോൾ എൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ലെങ്കിൽ ഭർത്താവിൻ്റെ കുപ്പായിട്ട് നടക്കുന്നതിൽ എന്താണ് അർത്ഥമെന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. അതുകൊണ്ട് ഞാൻ പോരാട്ടത്തിന് ഇറങ്ങി. അതുകൊണ്ട് ഈ കൊട്ടാരക്കരയിലെ ചെറുപ്പക്കാരനും മറുപടി പറയേണ്ടി വരും. അത് കാരണം എന്നെ ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ കൊട്ടാരക്കരയിലുള്ളവരാണ്. അവർക്ക് തന്നെ അവർ ഈ ചെറുപ്പക്കാരനാണോ എന്നറിയില്ല, ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് കേട്ടോ, നിങ്ങൾ അതുകൊണ്ട് പറയുന്നത് ശ്രീകുണ്ടൻ നായരെന്നേ വിളിക്കാറുള്ളൂ. അതായത് നിങ്ങളറിയണം, അമേരിക്കൻ ഫെഡറൽ നിയമം അനുസരിച്ച് ശ്രീകുണ്ടൻ നായർ സ്വവർഗരതിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ തെറ്റാണത്, കുറ്റമാണ്. ഗൂഗിളിൽ നിങ്ങളൊരു സാധനം അപ്ലോഡ് ചെയ്താൽ ഒരാളെ ശ്രീകുണ്ടൻ നായർ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അബദ്ധമാകും. മറുനാടൻ മലയാളിക്ക് 2 ആഴ്ച അയാളുടെ സ്ഥാപനം പൂട്ടിവെക്കേണ്ടി വന്നത് ശ്രീകുണ്ടൻ നായർ എന്ന് പ്രയോഗിച്ചത് കൊണ്ടാണ്. കേരളത്തിലെ അയാളുടെ സ്ഥാപനം 2 ആഴ്ച പൂട്ടിയിടിക്കാൻ കാരണക്കാരായ ഒരാളേ ഉള്ളൂ, അത് ഞാൻ മാത്രമാണ്. എൻ്റെ മകനായിരുന്നു അതിനകത്തെ പ്രേരണ. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പോലെ വലിയ തടിച്ച പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്ത് ഈ ശ്രീകുണ്ടൻ നായർക്ക് ഇങ്ങനൊരു തലമുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ട് അവനാണ് ഗൂഗിളിൽ പരാതി കൊടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ സൈബർ ഇടങ്ങളിൽ നിങ്ങൾ പാർട്ടി വളർത്താനോ ഒക്കെ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഒരാളിൻ്റെ ഹൃദയം കീറി മുറിക്കാൻ തീരുമാനിച്ചാൽ അയാൾ ഒരു പോരാട്ടത്തിന് തയ്യാറാകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ പറവുകൾ പറന്നു പോകും, സംശയമില്ല. ഞാൻ അതിനെക്കുറിച്ചൊരു ഭീഷണി സ്വരത്തിലല്ല ഞാൻ പറയുന്നത്. ഐഷ പോറ്റി പറഞ്ഞൊരു കാര്യം കേട്ടപ്പോഴാണ് ഞാൻ ഇതൊക്കെ പറയാൻ തോന്നിയത്. ഐഷ പോറ്റി എവിടെയോ പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, എൻ്റെ ഭാര്യ ഒളിച്ചോടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരോട് കരുണ കാണിച്ചു എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം, വേണമെങ്കിൽ ഇതും കൂടെ പറയാമല്ലോ, കാണുന്നില്ല എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാനിനി കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾക്കറിയുന്നതുപോലെ കേരളത്തിലെ ഒരുവിധമുള്ള ആശുപത്രികൾ, കറിമസാലകൾ, അതുപോലെ പുട്ടുപൊടികൾ, ഇതെല്ലാം തന്നെ കോർപ്പറേറ്റ് ലോകത്തേക്ക് മാറിക്കഴിഞ്ഞു. ആരാണ് കോർപ്പറേറ്റ്? നമുക്ക് ഒരു സ്ഥാപനം നടത്തുന്ന സമയത്ത് നിങ്ങൾക്കറിയുന്നത് പോലെ ഈ കേരളത്തിൽ നിങ്ങൾ കാണുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഭൂരിപക്ഷവും നഷ്ടത്തിൽ കൂപ്പുകുത്തി കിടക്കുന്നവയാണ്. തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് ടെലിവിഷൻ ശൃംഖല. അടുത്ത സമയത്ത് അർണാബ് ഗോസ്വാമി ഉൾപ്പെടെയുള്ള ആളുകളുമായി ഒരു 10-18 പേരടങ്ങുന്ന ഞങ്ങളുടെ ഒരു സംഘം പ്രധാനമന്ത്രിയെ കണ്ടു. അദ്ദേഹത്തോട് ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാന പ്രശ്നം, ഇന്ത്യൻ മാധ്യമരംഗത്ത് കോർപ്പറേറ്റ് വൽക്കരണം നടക്കുന്നു, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇല്ലാതാകുന്നു. കോമ്പറ്റീഷൻ ഇല്ലാത്ത ലോകത്ത് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. 1 മണിക്കൂറോളം പ്രധാനമന്ത്രി സംസാരിച്ചു ഇതിനെക്കുറിച്ച്. അദ്ദേഹം തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു വലിയ വൻകിട കോർപ്പറേറ്റ് ഒരു ടെലിവിഷൻ ശൃംഖല പണം നിക്ഷേപിച്ച് ടേക്ക് ഓവർ ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരു ഭരണകൂടത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഒരു നിക്ഷേപകന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അതിന് സ്വാതന്ത്ര്യമില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു നമ്മളോട്. നമുക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ചൊരു പത്രസ്ഥാപനമോ ഒരു ടെലിവിഷൻ ശൃംഖലയോ അതല്ലെങ്കിൽ വേറെങ്കിലും ഒരു സ്ഥാപനമോ ടേക്ക് ഓവർ ചെയ്യുന്നതിന് ആരെയും തടസ്സപ്പെടുത്താൻ കഴിയില്ല. അത് അവരുടെ വ്യക്തിപരമായ മൗലികമായ സ്വാതന്ത്ര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്കറിയാം, പരസ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു മാർക്കറ്റാണിത്. അപ്പോൾ നികേഷുമൊക്കെ ഒരുപാട് ശ്വാസം മുട്ടിയ ഒരാളാണ് ഈ മാധ്യമത്തിൽ പ്രവർത്തിക്കുമ്പോൾ. ഇത്രയധികം ആളുകൾക്ക് ശമ്പളം കൊടുത്ത് ഈ മാർക്കറ്റിന് താങ്ങാൻ കഴിയാത്ത യന്ത്രങ്ങളൊക്കെ വാങ്ങി വെച്ച് ഈ ടെക്നോളജിയോടൊക്കെ പോരാടി നിലനിൽക്കാൻ എവിടെ നിന്ന് നമുക്ക് പണം കിട്ടും എന്നുള്ളതൊരു വലിയ പ്രശ്നം തന്നെയാണ്. മാത്രവുമല്ല, ഏതാണ്ട് ഇന്ത്യയിൽ വരുന്ന 360ഓളം വാർത്താ ചാനലുകളും എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലുകളും ഒക്കെ തന്നെ ഈ പ്രേക്ഷകർ നൽകുന്ന പിന്തുണ കൊണ്ട് മാത്രം നിലനിൽക്കുന്നവരാണ്. എന്നാൽ
നമുക്ക് നമ്മുടെ കാലഘട്ടത്തെ വേണമെങ്കിൽ രാഷ്ട്രീയത്തിനപ്പുറമായി നമുക്ക് രണ്ടായി വേർതിരിക്കാം. ഒന്ന് കോവിഡിന് മുമ്പ്, ഒന്ന് കോവിഡിന് ശേഷം. കോവിഡ് കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? 20 മാസക്കാലം ഈ കൊറോണ എന്ന കൃമികീടത്തിൻ്റെ മുമ്പിൽ നമ്മൾ തകർന്നടിഞ്ഞുപോയി. വീടിനുള്ളിൽ നമ്മൾ അടച്ചിരുന്നു. കുട്ടികൾക്ക് നമ്മൾ സ്മാർട്ട് ഫോൺ വാങ്ങിച്ച് നൽകി. വിദേശ നാടുകളിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിച്ച് നൽകിയപ്പോൾ ആവശ്യമില്ലാത്ത അശ്ലീല സൈറ്റുകളെല്ലാം ബ്ലോക്ക് ചെയ്ത് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന സൈറ്റുകൾ മാത്രം നിലനിർത്തിക്കൊണ്ടാണ് ഇത് കൊടുത്തത്. എന്നാൽ നമ്മളുടെ രക്ഷകർത്താക്കൾ വിശാല മനസ്കരായി അവർ ഫോൺ വാങ്ങി കൈ കൊടുത്തു. കുട്ടികൾ പറന്നു തുടങ്ങി. ഇന്നെന്താ സംഭവിക്കുന്നത് നമ്മുടെ നാട്ടിൽ? കുട്ടികൾ ഒരു വാക്കൊരു അധ്യാപകൻ പറഞ്ഞു പോയാൽ ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്ന കാലമാണ്. വളരെ സെൻസിറ്റീവായ ഒരു കാലം. MDMAയുടെ അതിപ്രസരം. ഞാൻ ഈയിടെ ഒരു മോർണിംഗ് ഷോയിൽ നിൽക്കുമ്പോൾ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു, നിങ്ങൾ എറണാകുളത്തും തലസ്ഥാന നഗരിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആരെങ്കിലും വണ്ടി കൊണ്ട് നിങ്ങളുടെ വണ്ടിയിൽ തട്ടിയാൽ നിങ്ങൾ ചിരിക്കുക മാത്രമേ ചെയ്യാവൂ, ഒന്നും പറയരുത്. ഗ്ലാസ് താഴ്ത്തി നോക്കരുത്, ഡോർ തുറന്ന് പുറത്തിറങ്ങരുത്. കാരണം അവൻ കൊച്ചു പിച്ചാത്തി വെച്ച് നിങ്ങളെ കുത്തി കയറ്റി കളയും. കാരണം MDMA അടിച്ച് പൂക്കുറ്റിയായി വരുന്നവനായിരിക്കും എതിരെ നിൽക്കുന്നത്. 11 മണി കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൽ നിന്ന് വണ്ടികളെടുത്ത ആൾ യാത്ര ചെയ്യാൻ നമ്മൾ അനുവദിക്കാറില്ല. ഒരു ഡ്രൈവർ എന്നോട് പറഞ്ഞു, ഞാൻ സൂക്ഷിച്ചാണ് സാർ വണ്ടി ഓടിക്കുന്നത്. നീയല്ലേ സൂക്ഷിക്കുന്നുള്ളൂ, നിൻ്റെ എതിരെ വരുന്നവൻ സൂക്ഷിക്കില്ല. അത് എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ കാലത്തിൻ്റെ ഒരു ആസുര കാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ ആലോചിക്കണം. കേരളത്തിലെ നാഷണൽ ഹൈവേയിൽ ഒരുപക്ഷെ ധനമന്ത്രിയുടെ ശ്രദ്ധയിൽ പോലും പെട്ടിട്ടില്ലാത്തൊരു കാര്യം ഈയിടെ ഒരു മാധ്യമപ്രവർത്തകൻ്റെ അന്വേഷണത്തിൽ അയാൾ എന്നോട് പറഞ്ഞു. ഈ നാഷണൽ ഹൈവേയിൽ നടക്കുന്ന പല അപകടങ്ങളും മനഃപൂർവ്വം ചില വില്ലന്മാരുണ്ടാക്കുന്നതാണ്. മോഷ്ടിച്ച് സാധനങ്ങൾ അപകരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വണ്ടിയിൽ കൊണ്ടിടിക്കുക. രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ നമ്മൾ മൈസൂരിലേക്കൊക്കെ യാത്ര ചെയ്തു പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള അപകടമുണ്ട്. അത്തരം ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കോർപ്പറേറ്റുകൾ, ഞാൻ ഈ പുളിമാങ്ങയുടെ കാര്യം പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? ഒരു ചെറിയ പൈസ കൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങൾ നമ്മുടെ കുടുംബശ്രീ പോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് വൻ സംരംഭങ്ങൾ നടത്തുന്ന ആളുകളുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കേരളത്തിലുണ്ട്. നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ കാണുന്ന മിക്ക സ്ഥാപനങ്ങളും വലിയ കമ്പനികൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ വേണം നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളെയും നമ്മൾ കാണുന്നത്. ഞാൻ പ്രകാശ് ജാവദേക്കറെ കണ്ട കാര്യം പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമ്മൾ സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ വാർത്താവിതരണ വകുപ്പ് മന്ത്രിയായിരുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അത് നികേഷിനൊക്കെ വളരെ അടുത്തറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലെ എല്ലാ വാർത്താ ചാനലുകളും ഇന്ത്യയിലെ എല്ലാ ടെലിവിഷൻ സംരംഭങ്ങളും നിയന്ത്രിക്കുന്നത് വാർത്താവിതരണ വകുപ്പിൻ്റെ ലൈസൻസ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളിൽ അവരുണ്ടാക്കുന്ന ചില നിയമങ്ങളൊക്കെ നമുക്ക് ബാധകമാണ്. ഡിജിറ്റൽ വാർത്താ പ്രക്ഷേപണം വന്നതോടെ നമ്മുടെ വാർത്താ രംഗത്ത് വലിയ കലാപം ഉണ്ടായിരിക്കുക. ഒരാൾ വീട്ടിലിരിക്കുമ്പോൾ അയാളുടെ ഏകാന്തമായ ജീവിതയാത്രയിൽ ഏതെങ്കിലും ഒരു വാർത്ത ഇടണമെന്ന് തോന്നിയാൽ എപ്പോൾ അയാൾക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ നിന്ന് യൂട്യൂബ് കൊണ്ടുപോകുന്ന പണം കേട്ടാൽ നമ്മുടെ 5 പഞ്ചവത്സര പദ്ധതികളുടെ പണം ഉണ്ടാകും. നമ്മളുടെ വാർത്തകളെക്കുറിച്ചോ നമ്മൾ അശ്ലീലമായ പോസ്റ്റ് ഇട്ടതിൻ്റെ പരാതികളോ ഗൂഗിൾ കമ്പനിക്ക് അയച്ചാൽ പലപ്പോഴും പ്രതികരണങ്ങൾ വരാറില്ല. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ ഇന്ത്യക്കാർ ഇതൊക്കെ അടിച്ചുകൊണ്ട് അവർക്കെന്താ പ്രശ്നം? അവർക്ക് അവരുടെ വരുമാനത്തിൽ ഇടിവ് വരാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ പലപ്പോഴും നമ്മൾ ഈ സൈബർ പരാതികളുമായിട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നിരാശ തോന്നുന്നത്, ഒരുപാട് കടമ്പകൾ ഇതേപോലെ കടക്കേണ്ടി വരും. ആളുകൾ പാതി വഴിക്ക് വെച്ചിട്ട് അവസാനിപ്പിച്ച് മടങ്ങിപ്പോകും. അതാണ് സംഭവിക്കുന്നത്. അങ്ങനെ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നിയമവ്യവസ്ഥ നൽകുന്ന എല്ലാ അവകാശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് സാഹചര്യമുണ്ട് ഇന്ത്യയിൽ. ഈ കോർപ്പറേറ്റ് വൽക്കരണം മാധ്യമത്തിൽ നടക്കുന്നത്, എന്നോട് നിങ്ങളിപ്പോൾ നാളെ വന്നിട്ടൊരു വലിയ കോർപ്പറേറ്റ് ചോദിക്കുകയാണ്, നിങ്ങളിൽ നിന്ന് ഇത് മുക്തി നേടിത്തരാം, ഈ ചാനൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ കൊടുക്കുന്നുണ്ടെന്നേ പറയൂ. കാരണം ഇത്രയും അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന കോർപ്പറേറ്റുകൾ അടക്കി വാഴാൻ ശ്രമിക്കുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത്, കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ ഭയങ്കര പാടാണ്. നമുക്കറിയില്ല, ഒരു ടെക്നോളജി നൽകുന്ന ഒരുപാട് സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഓൺലൈൻ ഇപ്പം നമ്മുടെ ഏറ്റവും ഒരു സുഖകരമായ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറഞ്ഞാൽ, ഇപ്പം ഞാനും നികേഷും ഞങ്ങൾ 5-6 പേരോട് ഒരിക്കൽ തീരുമാനിച്ചാൽ കേരളത്തിൽ ഏതെങ്കിലുമൊക്കെ വാർത്തകൾ സംസ്കരിക്കാമായിരുന്നു, വാർത്തകൾ മൂടി വയ്ക്കാമായിരുന്നു. എന്നാൽ ഇന്നത് സാധ്യമേ അല്ല. നമ്മൾ ഏതെങ്കിലും വാർത്ത മൂടി വെച്ചാൽ അടുത്ത നിമിഷം ആ വാർത്ത ഏതെങ്കിലും ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളിൽ വരും, അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റയ്ക്ക് പോസ്റ്റ് ചെയ്യും. ഓരോ വ്യക്തിയും ഓരോ പൗരനും പ്രക്ഷേപകനാകുന്ന
ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ടെക്നോളജിയിലേക്ക് നമ്മൾ മൂക്കുകുത്തിയതിന് ശേഷം, സാങ്കേതിക സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമായതിനു ശേഷം, ഞാനൊരിക്കൽ ലുലു മാളിൻ്റെ കൊച്ചിയിലെ അവരുടെ മാളിന് മുന്നിലൂടെ നടന്നു പോകുമ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, താങ്കൾക്ക് താല്പര്യമുള്ള ഉടുപ്പുകളെല്ലാം ഈ മാളിനകത്തുണ്ടെന്ന്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന സംവിധാനം ഉപയോഗിച്ച് എൻ്റെ ടേസ്റ്റ് അറിയുകയാണ്. നിങ്ങൾ വീട്ടിൽ മൊബൈൽ ഫോൺ സംസാരിച്ചതിന് ശേഷം മേശപ്പുറത്ത് വയ്ക്കല്ലേ, ഏതോ അവണാകുഴിയിലിരുന്ന് ആരോ നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ടാകണം. കാരണം ഞാൻ അല്പം മുമ്പായിരുന്നു ഒരു ഷർട്ടിനെ കുറിച്ച് സംസാരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മെസ്സേജ് വന്നു, ഈ ഷർട്ട് ഇവിടെ ഉണ്ടെന്ന്. ഞാൻ മൊബൈല് വഴിയോ ഇതാരാണ് ഈ പറഞ്ഞു പരത്തുന്നത് എന്ന് നമ്മൾ സംശയിച്ചു പോകും. ഒരു രഹസ്യവുമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് കോർപ്പറേറ്റുകൾക്ക് ടെക്നോളജി ഉപയോഗിച്ചും സാങ്കേതിക സാധ്യത ഉപയോഗിച്ചും അതുപോലെ പണം ഉപയോഗിച്ചും. ഞാൻ ശരിക്കും ഒരിക്കലും ഒരു നിക്ഷേപകനോ സംരംഭകനോ ഒരു ടെലിവിഷൻ ചാനൽ നടത്തുന്ന ആളോ ആകാൻ ഒരിക്കലും ആഗ്രഹിച്ച ആളല്ല. ജീവിതത്തിലെ ചില പ്രത്യേക യാത്രയിൽ നമ്മളവിടെ ചെന്ന് പെട്ടുപോയതാണ്. പക്ഷെ ഞാൻ വലിയ വലിയ കോർപ്പറേറ്റുകളോട് പല കാര്യങ്ങളും സംസാരിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. കോർപ്പറേറ്റുകൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവർക്കൊരു രാഷ്ട്രീയമേ ഉള്ളൂ, ഇത് പണത്തിൻ്റെ രാഷ്ട്രീയമാണ്. എനിക്കെത്ര കിട്ടും? ചില സിനിമാ നടന്മാരോട് നമ്മൾ ചെന്ന ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവർ പെട്ടെന്ന് പറയും. നമ്മൾ പറയുകയാണ്, ഇവിടെ നമ്മൾ കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു ക്യാൻസർ സ്ഥാപനം തുടങ്ങുന്നുണ്ട്, എനിക്കെന്ത് കിട്ടും? അവർ ഉടനെ ചോദിക്കും. കാര്യം സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ അവരുടെ സമയം, വിലപ്പെട്ട സമയം നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ അതിനൊരു വിലയുണ്ട്. ആ വില തരാൻ നിങ്ങൾ തയ്യാറാണോ? മറ്റുള്ള കാര്യം പിന്നീട് സംസാരിക്കാം എന്ന് പറയുന്നതിലാണ് കോർപ്പറേറ്റുകൾ 18% പ്രോഫിറ്റ് കിട്ടുന്ന സംരംഭമാണോ നിങ്ങളുടേതെന്ന് ചോദിക്കും. ഈ കോർപ്പറേറ്റുകളെ നമുക്ക് തടയാൻ കഴിയില്ല. പിന്നെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചാൽ, ഈ നാട്ടിലെ പാവങ്ങളായ ആളുകൾക്ക് ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളൊന്നും കിട്ടാതെ പോയ 10,000-കണക്കിന് ജനങ്ങളുണ്ട്. അവരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യം ഈ പ്രക്ഷേപണ മാധ്യമത്തിലൂടെ ചെയ്യാൻ കഴിയുമോ? അതിനുവേണ്ടിയാണ് ഞാൻ ഒരു സംരംഭം ഉണ്ടാക്കിയിട്ടുള്ളത്. 24 കണക്ട് എന്ന് പറയും. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരു കുടക്കീഴിൽ നിർത്തി റോബിൻഹുഡൊക്കെ ചെയ്ത പോലെയോ കായംകുളം കുച്ചുണ്ണി ചെയ്ത പോലെയോ ഉള്ളവൻ്റെ പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഇല്ലാത്തവന് കൊടുക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിലെ പല ജില്ലകളിലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകനും പ്രക്ഷേപകനും ഒന്നാകുന്ന ഒരു സാഹചര്യം ഈ കോർപ്പറേറ്റ് ലോകത്ത് ശ്വാസം മുട്ടുമ്പോൾ ഈ കോർപ്പറേറ്റുകളുടെ പ്രവർത്തനം കൊണ്ട് നമുക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഒരിക്കൽ നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. നികേഷ് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുംബൈയിലിരുന്നൊരു കോർപ്പറേറ്റിൻ്റെ മേധാവി അയാൾ തീരുമാനിക്കുന്നു കേരളത്തിലെ ഫോളോവേഴ്സ് ഉൾപ്പെടെയുള്ള ചാനലുകൾക്ക് എന്തിനാണ് പരസ്യം. അയാൾ പറയുന്നു, ഒരു വലിയ ഒരു ഏജൻസിയോട് പറയുന്നു, പരസ്യങ്ങളെല്ലാം നിങ്ങൾ നമുക്ക് തരൂ, എക്സ്ക്ലൂസീവായിട്ട് തരൂ, മറ്റുള്ളവർക്കൊന്നും നിങ്ങൾ പരസ്യം കൊടുക്കണ്ട. അങ്ങനെ തന്നാൽ 50% വാല്യൂ തന്നാൽ മതി നിങ്ങൾ. അവരിലൊരു ഉടമ്പടി ഒപ്പിടാനായിട്ട് പോയതായിരുന്നു. നമ്മൾ പിന്നെ കാല് പിടിച്ചത് തകർത്തതാണ്. ശരിക്കും അത്തരമൊരു ഉടമ്പടി ഒപ്പിട്ടിരുന്നെങ്കിൽ ഫ്ലവേഴ്സ് ഈ ഭൂമുഖത്ത് കാണില്ലായിരുന്നു. 24 എന്നേ 25 ആയി മാറിയേനെ. കാരണം പരസ്യങ്ങളില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. നിങ്ങൾ വിചാരിക്കും, പലപ്പോഴും ഈ പ്രേക്ഷകർ ഈ കമൻറ്റ് ബോക്സിലൊക്കെ എഴുതിയേക്കും, കോടികൾ ഉണ്ടാക്കുകയല്ലേടാ എന്ന് ചോദിക്കും. ഇപ്പം ഞാൻ KN ബാലഗോപാൽ നല്ല ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയടാ നിനക്ക് എന്ന് ഉടനെ ചോദിക്കും. പക്ഷേ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? കേരളത്തിലെ വാർത്താ ചാനലുകളിൽ 1 or 2 അതല്ലെങ്കിൽ കഷ്ടിച്ച് 3ാമത്തെ ചാനലുകൾ മാത്രമേ പരാപരം പോകുന്നുള്ളൂ. ആദ്യത്തെ ചാനൽ പ്രോഫിറ്റിൽ പോകും, 2ാമത്തെ ചാനൽ ഒക്കെയാണ്, 3ാമത്തെ ചാനൽ കഷ്ടിച്ച് രക്ഷപ്പെടും, ബാക്കി ചാനലെല്ലാം കൊടിയ നഷ്ടത്തിലും. അതാണ് എൻ്റർടൈൻമെൻറ്റ് രംഗത്തും വാർത്താ പ്രക്ഷേപണ രംഗത്തും നടക്കുന്നത്. കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. ചിലതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഇയാൾ ഇതൊക്കെ നടന്ന് പൂട്ടിയേച്ച് പൊക്കൂടെ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും. രാമപിള്ളയുടെ മോൻ അവിടെ കൃഷി നോക്കി മേലിൽ ഇരുന്നൂടെ നിങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിച്ചെന്ന് വരും. പക്ഷേ ഈ ലോകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ, നമുക്ക് ജീവിതയാത്രയിൽ കുറേ കാലം മാത്രമേ മണ്ണിൽ ജീവിക്കാൻ അവസരമുള്ളൂ. ആ അവസരത്തിനിടയിൽ ഒരുപാട് കപടമുഖങ്ങളെ നമുക്ക് കാണാം, നല്ല മുഖങ്ങളെ കാണാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, മൂല്യങ്ങളോട് ആദരവ് കാണിക്കുകയും സത്യസന്ധതയോട് സന്ധിയില്ലാത്ത ആധിപത്യം പുലർത്തുകയും പ്രതിബദ്ധത കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ജീവിതം മാധ്യമ ലോകത്ത് വളരെ പ്രയാസമാണ്. ഏറ്റവും അവസാനം നടന്നൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കേന്ദ്ര സ്ഥാപനത്തിലേക്ക് നമ്മളുടെ ഒരു ഉദ്യോഗസ്ഥൻ കയറി ചെല്ലുന്നു. അവിടെ നിന്ന് നമുക്ക് കുറച്ച് പൈസ കിട്ടാറുണ്ട്, ഒരു 50 ലക്ഷം രൂപ കിട്ടാറുണ്ട്. അയാൾ ചോദിക്കുന്നു, ഈ 50 ലക്ഷം രൂപ നിങ്ങൾക്ക് തരാം, ഒരു 25 ലക്ഷം രൂപ മടക്കി തരുമോ? എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, 25 കൊടുത്താൽ 25 കിട്ടും. ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോരെ, നമ്മൾ ആ 50 ലക്ഷം രൂപ നമുക്ക് പിന്നീട് വാങ്ങിച്ചെടുക്കാൻ, കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. കൈക്കൂലി വാങ്ങരുത് എന്ന് ഞാൻ എൻ്റെ ഓഫീസിൽ നിർബന്ധം പിടിക്കുന്നുണ്ട്.
കൈക്കൂലി കൊടുക്കരുതെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. വലിയ പാടാ. കാര്യം കോർപ്പറേറ്റുകൾ നേടിയെടുക്കുന്ന കാര്യങ്ങൾ മാസങ്ങളോളം നടന്നാൽ പോലും നമുക്ക് കിട്ടാതെ വരും. കാര്യം അവർ പടി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പടിക്കെതിരെ സമരം ചെയ്യാൻ ഒരു കൊട്ടാരക്കരക്കാരൻ പോയാൽ അത്ര എളുപ്പം രക്ഷപ്പെടില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഒരു തിയറിറ്റീഷ്യൻ ആവാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു താത്വികവാദിയായിട്ട് പ്രായോഗികമായ കാര്യങ്ങളെ മുഴുവൻ അവഗണിച്ച് നാളെ സ്വർഗരാജ്യം വരും എന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറഞ്ഞാൽ ഞാനൊരു ലോക കള്ളനാണ് എന്ന് നിങ്ങൾക്ക് വിധി എഴുതാം. കോർപ്പറേറ്റുകൾ ഉയർത്തുന്ന വെല്ലുവിളികളുണ്ട്. മുകേഷ് അംബാനിയോടും ഗൗതം അദാനിയോടുമൊക്കെ മത്സരിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ തൊലിക്കെട്ടി മാത്രം പോരാ, എല്ലുറപ്പ് മാത്രം പോരാ, ഒരുപാട് പണം വേണം, അതിനുപരി തലച്ചോറും വേണം. അതിനുപരി നമുക്കെന്ത് സംഭവിച്ചാലും നമ്മൾ നേരിടുമെന്നൊരു നിശ്ചയദാർഢ്യം വേണം. ചില ആളുകളൊക്കെ നമ്മുടെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തും, കോടതി കയറ്റും, ജയിലിലിടും, പൂയപ്പുര സെൻട്രൽ ജയിലിൽ ഒരു സെല്ല് തനിക്കാൻ ഒരുക്കും എന്നൊക്കെ പറയും. ഞാൻ ഈ അടുത്തിടെ ഒരു സുഹൃത്തിനോട് വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഒരു സ്വതന്ത്രനായ ഒരു മാധ്യമപ്രവർത്തകനായിട്ട്, ഒരു അവതാരകനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ, ഒരു പത്രപ്രവർത്തകൻ്റെ മേലങ്കി നിങ്ങൾ അണിയുന്നുവെങ്കിൽ 10 ദിവസം പൂജപ്പുര സെൻട്രൽ ജയിൽ കിടക്കാനുള്ള മഹാമനസ്കതയും നിങ്ങളുടെ കൂടെ വേണം. അതല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങരുത്. ജയിലിൽ നിന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഭയം വരാൻ പാടില്ല. കറിക്കത്തിക്ക് എന്നെ കുത്തിക്കൊല്ലുമെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഈ അടുത്ത കാലത്ത്. അയാൾ എഴുതുകയും ചെയ്തു. ഞാൻ അയാളോട് പറഞ്ഞു, രതി കുമാറിനൊക്കെ അറിയാം, മേലിലായിൽ ഒരു പാലത്തിന് സമീപം വെച്ച് എൻ്റെ ശരീരത്തിൻ്റെ ബാക്കിൽ സ്കാപ്പുല റീജിയൻ എന്ന് പറയുന്ന മെഡിക്കൽകാർ പറയുന്ന സ്ഥലത്ത് 2.25 ഇഞ്ച് കടാരി കയറിയിട്ടുണ്ട്. ഒരു 16 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ഞാൻ അതിലേക്ക് പോവുകയല്ല. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, എനിക്ക് 16 വയസ്സുള്ളപ്പം 2.25 ഇഞ്ച് കടാരി കയറിയിട്ടുണ്ട്. ഇപ്പോൾ 65 വയസ്സായി. ഒരു 4.5 ഇഞ്ച് കടാരി കയറിയാലും ഞാനത് ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ കൊട്ടാരക്കരക്കാരുടെ ഒരു രഹസ്യം പറയാം, 2.25 ഇഞ്ച് കടാരി നിങ്ങളുടെ ശരീരത്തെ എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ കറിക്കത്തി കണ്ടാൽ നിങ്ങൾ ഓടും. വല്ലാത്ത പേടിയാവും നിങ്ങൾക്ക്. ആ കാര്യം ഈ കുത്തിക്കെട്ടുന്നതും കുത്തഴിക്കുന്നതും ഒക്കെ തന്നെ അന്ന് മൃഗീയമായ രീതിയിലായിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടർ അത്യാവശ്യം ചില്ലറ വാങ്ങിച്ചിട്ടാണോന്നറിയില്ല, അതിവേഗം കുത്തിയ സാധനങ്ങളെല്ലാം വലിച്ചൂരുന്നുണ്ടായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആ ഡോക്ടറെ മറക്കില്ല. ഇത് ഞാൻ അയാളോട് പറയുമ്പോൾ എനിക്കറിയാം കത്തി എന്നെ ഭയപ്പെടുത്തുമെന്ന്. പക്ഷെ ഞാൻ അത് അയാളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അയാളുടെ മുമ്പിൽ എനിക്കൊരു ധൈര്യശാലിയാകണമെന്ന് മാത്രമാണ്. നാളെ നമുക്കത് ഇപ്പം നിക്ഷേപകർ, വലിയ കോർപ്പറേറ്റുകൾ നമ്മുടെ സ്ഥാപനത്തിൽ നിക്ഷേപിക്കാൻ വന്നാൽ, അത് ഞാനായാലും കൈരളിയായാലും, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കേണ്ടി വരുമെന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അതേസമയം ഒരു കോർപ്പറേറ്റ് ലോകത്ത് അവരോട് മത്സരിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമ്മുടെ സാധാരണക്കാരായ, മറ്റുള്ള അഭിപ്രായം രൂപീകരിക്കുന്ന ആളുകളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ കണ്ണീരൊപ്പാൻ, അവരുടെ പ്രശ്നങ്ങൾ അധികാര സ്ഥാനങ്ങളിൽ എത്തിക്കാൻ, അവരുടെ കാര്യങ്ങൾ നമ്മുടെ മന്ത്രിമാരോട് പറയുവാനുമൊക്കെ ഉള്ള ഒരവസരം ഞാൻ വിനിയോഗിക്കുന്നുണ്ട്. ധനമന്ത്രി ഇരിക്കുന്നുണ്ട്, ഞാൻ രഹസ്യം പറയുക. നമ്മുടെ ഓഫീസിൽ ചില ആൾക്കാർ ചില പരാതികൾ അയച്ചു തരും. ഞാൻ ബാലഗോപാലിനെ പോലെ കൃതസ്ഥരായ ആളുകൾക്ക് അത് അയച്ചു കൊടുക്കും. ഒരു വാർത്ത കൊടുക്കാൻ വേണ്ടി വന്നതാണ്, താങ്കളതൊന്ന് ഇടപെട്ടാൽ മതി. സത്യത്തിൽ വാർത്തയ്ക്ക് വന്നല്ല, നമ്മളത് പറയത്തില്ല. അപ്പോൾ ഇവരുടെ ഒരു ശ്രദ്ധ അതിലുണ്ടാകും തീർച്ചയായിട്ടും. അങ്ങനെ ആളുകൾ 5ഉം 6ഉം, ഈയിടെ MP രാജേഷ് ഇടപെട്ട് ഒരു കേസ് തീർത്തു കൊടുത്തു. 2 കൊല്ലം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കെട്ടിടത്തിന് ഒരു നമ്പർ ഇടാൻ നടന്നത് കഴിഞ്ഞില്ല. കാര്യം ആ ഉദ്യോഗസ്ഥന് കൈക്കൂലി വേണം, അതാണ് പ്രശ്നം. അത് പുറത്ത് പുള്ളി പറയുന്നില്ല, അയാൾ പറയുന്ന വയലേഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞു, വലിയ വലിയ ഹോട്ടലിൻ്റെ വയലേഷൻസ് നമ്മൾ ഇഗ്നോർ ചെയ്ത് കൊടുക്കുന്നില്ലേ? അപ്പോൾ അതുപോലെ ഈ സാധാരണക്കാർ ഒരു വീട് വെച്ചപ്പോൾ അയാളുടെ 2 വയലേഷൻ, അദാലത്തിൽ തീരുമാനിച്ച 2 വയലേഷൻ നിങ്ങൾക്ക് ശരിയാക്കി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. മന്ത്രി ഇടപെട്ടപ്പോൾ ശരിയാക്കി കൊടുത്തു. MP രാജേഷ് അതിൽ വലിയ താല്പര്യം കാണിച്ചു. അപ്പം എനിക്കറിയില്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൺഫ്യൂഷനുണ്ട്. നാളെ ഒരു കാര്യം മാത്രം എനിക്ക് ഉറപ്പ് തരാം, മുകേഷ് അംബാനി വന്ന് എന്നെ വിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് നോക്കാൻ പറ്റും. അതിനപ്പുറം എന്തെങ്കിലും ഉറപ്പ് പറയാൻ കൊട്ടാരക്കരക്കാരോട് നിർവാഹമില്ല. കോർപ്പറേറ്റുകളോട് മത്സരിക്കുമ്പോൾ നമുക്ക് ഊർജം മാത്രം പോരാ എന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കണം, കേരളത്തിലെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകളെ സംഘടിപ്പിച്ച് തുടങ്ങിയ സ്ഥാപനമാണ് കൈരളി. അതുപോലെ 10,000-കണക്കിന് ആളുകൾ അണിചേർന്ന്, സംഘം ചേർന്ന് മാധ്യമങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കോർപ്പറേറ്റുകളോട് സമരം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരും. നികേഷൊക്കെ വാർത്താലോകത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കിയ ആളാണ്. ഒരുപക്ഷെ നിയതമായ ഒരു യാഥാസ്ഥിതിക മോഡലിൽ വാർത്താ പ്രക്ഷേപണം പോകുമ്പോൾ അതിനെതിരെ കയറി നിന്ന ഒരു ചെറുപ്പക്കാരനാണ് നികേഷ് കുമാർ. പക്ഷേ നികേഷ് കുമാർ അന്ന് പ്രവർത്തിച്ച
വാർത്താ സാഹചര്യമേ അല്ല ഇന്ന്. നമ്മൾ വല്ലാതെ, നിങ്ങൾ ഒന്ന് മാത്രം അറിഞ്ഞോളൂ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 18 മണിക്കൂർ ജോലി ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. എനിക്കൊരു 12 മണിക്കൂർ ജീവിച്ചു മതി 65 വയസ്സിലൊക്കെ. പക്ഷെ ഇത് കഴിയുന്നില്ല. നട്ടപ്പാതിരേക്ക് നമ്മളെ തേടി വരുന്നത് ടെൻഷൻ പിടിക്കുന്ന കാര്യങ്ങളാണ്. അത് വാർത്ത സംബന്ധിച്ചല്ല, വാർത്തയ്ക്കപ്പുറമുള്ള സാമ്പത്തിക ലോകത്തെക്കുറിച്ച്. അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഇനി നീട്ടുന്നില്ല. മറ്റൊരു അവസരത്തിൽ നമുക്ക് വിശദമായിട്ട് ഈ കോർപ്പറേറ്റുകളുടെ രഹസ്യം പറയണമെങ്കിൽ നമ്മളൊരു ക്ലോസ്ഡ് റൂമിലിരുന്ന് സംസാരിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു പബ്ലിക് വേദിയിൽ നിന്ന്, പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള 2-3 സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയുന്ന പക്വതയില്ലായ്മയാണെന്ന് ഈ ആളുകൾ പറയും. എന്നാൽ അത്തരമൊരു പരാതി എന്നെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം ഉയർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഈ കോർപ്പറേറ്റ് ലോകത്തിനെതിരെ നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. അത് മാധ്യമത്തിൽ മാത്രമല്ല, ഒരുപാട് മേഖലകൾ ഉണ്ടാകുന്ന കോർപ്പറേറ്റ് വൽക്കരണം. ഈ ആശുപത്രികളിലൊക്കെ കോർപ്പറേറ്റ് വരുന്നാൽ ഉണ്ടാകുന്ന അപകടം കൂടി ഞാൻ പറയാം. കേരളത്തിലെ ഒരു ആശുപത്രിയിൽ സാധാരണ രോഗികൾക്കും നഴ്സുമാർക്കും കുറച്ചുകൂടെ വിട്ടുവീഴ്ച കൊടുക്കണമെന്ന് ഞാൻ ഒരാളോട് പറഞ്ഞു. അദ്ദേഹം അടുത്ത ആഴ്ച തന്നെ അവിടുത്തെ ശമ്പളം കൂട്ടി. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ബില്ലിൽ അദ്ദേഹം 25% വർദ്ധിപ്പിച്ചു. എല്ലാ രോഗികൾക്കും ബില്ലടിച്ചു കൊടുക്കുന്നത് 25% കൂട്ടി. അതൊരു കോർപ്പറേറ്റ് സ്വഭാവമാണ്. ലാഭേച്ഛയാണ് അവരുടെ മുഖ്യ ലക്ഷ്യം എന്ന് തിരിച്ചറിയുക. അപ്പം നമുക്ക് ആശുപത്രികളൊക്കെ പോകുമ്പോഴും കോർപ്പറേറ്റുകൾ നടത്തുന്ന മറ്റുള്ള സംരംഭങ്ങളിലേക്ക് പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ പുല്ലൂർ ഗവൺമെൻറ് ആശുപത്രിയൊക്കെ വളരെ നന്നായി നടക്കുന്ന ഒരു ആശുപത്രിയാണ്, നിങ്ങൾക്കറിയാം. ഇവിടെ എത്ര പേര് പോകുന്നുണ്ട്. അപ്പോൾ കൊട്ടാരക്കരയിലെ കാര്യം എനിക്ക് കാര്യമായിട്ട് അറിയില്ല, ഇവിടുത്തെ ആശുപത്രി എങ്ങനെയാണെന്ന്. അപ്പോൾ പക്ഷേ നമ്മൾ എന്താ സംഭവിക്കുന്നത്, സ്റ്റാൻഡ് ബൈ ആയിട്ട്, ബൈസ്റ്റാൻഡർ നമ്മൾ വിളിക്കുന്ന സ്റ്റാൻഡ് ബൈ ആയി നടക്കുന്ന ആളുകൾക്ക് സൗകര്യം കിട്ടില്ല എന്നതിൻ്റെ പേരിൽ സർക്കാർ ആശുപത്രികളിൽ നമ്മൾ പോകാൻ മടിക്കും. ഇത്രയും പരിണതപ്രജ്ഞരായ, പരിചയസമ്പന്നരായ, വിദഗ്ധരായ ഡോക്ടേഴ്സ് ഉള്ള സ്ഥലത്ത് നമ്മൾ പോകുന്നില്ല. അതിനപ്പുറത്തൊരു കോർപ്പറേറ്റ് നടത്തുന്ന വലിയൊരു 5 നക്ഷത്ര ആശുപത്രി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കയറി പറ്റും. അതാണ് നമ്മുടെ ഒരു രീതി. നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക. കാരണം ഈ ജീവിതം നമ്മൾക്ക് മുന്നിൽ ഉയർത്തുന്ന, ഒരുപക്ഷെ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നത് കഴിഞ്ഞ 60 കൊല്ലക്കാലത്തിലുണ്ടായതിനേക്കാളും വലുതാണ്. ഒരപകടം കൂടി കാത്തിരുന്നുള്ളൂ. ഇനി അടുത്ത 5 കൊല്ലക്കാലം ഒരുപക്ഷെ കഴിഞ്ഞ 300 കൊല്ലത്തിലുണ്ടായ മാറ്റങ്ങളെക്കാളും വലുതാണ്. സാങ്കേതിക സാധ്യതകൾ അങ്ങനെ വരികയാണ്. അണുബോം വിടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ചിലപ്പം AI ആകുന്ന കാലമായിരിക്കും വരാൻ പോകുന്നത്. അപ്പോഴേക്കും നമ്മളൊക്കെ യാത്രയാകും എന്നൊരു ആശ്വാസമേ നമുക്കുള്ളൂ. നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ. സുഹൃത്തുക്കളെ, വളരെ ധന്യമായ ഒരു സായാഹ്നത്തിലാണ് നമ്മളിരുന്നത്. ഏറ്റവും അവസാനം ശ്രീ ശ്രീകണ്ഠൻ നായർ ഇവിടെ ഉന്നയിച്ച വളരെ പ്രസക്തമായ കുറച്ചേറെ കാര്യങ്ങളുണ്ട്. അതിൽ ചിലതെല്ലാം യഥാർത്ഥത്തിൽ മറുപടി പറയണം എന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും സമയം വൈകിയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും ഏറ്റവും അവസാനം ശ്രീകണ്ഠൻ നായരും ടെലഗ്രാഫിൻ്റെ ഉണ്ടായിരുന്ന, ഇപ്പോൾ രാജിവെക്കുകയും ചെയ്ത R രാജഗോപാലും കൂടി ചേർന്ന് കനകക്കുന്നിൽ അടുത്ത കാലത്ത് നടത്തിയ അക്ഷരോത്സവത്തിൽ ഇവർ തമ്മിലൊരു സംവാദം നടക്കുകയുണ്ടായി. ആ സംവാദത്തിൽ രാജഗോപാൽ ശ്രീകണ്ഠൻ നായരോട് ചോദിച്ച ഒരു ചോദ്യം, തെറ്റുപറ്റിപ്പോയിട്ടുള്ള ഏതെങ്കിലും വാർത്തകളിൽ തിരുത്തൽ വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. ശ്രീകണ്ഠൻ നായർക്കുള്ള ഒരു ഗുണം, നേരിട്ട് മറുപടി പറയാൻ അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് കൊണ്ട് അവിടെയും അദ്ദേഹം ആ ഒരു മറുപടിയുടെ ശൈലിയാണ് പ്രയോഗിച്ചത് എന്ന് അത് കേട്ടവർക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇവിടെ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്ന സൈബർ ആക്രമണത്തെ സംബന്ധിച്ചോ അതിൻ്റെ കേസിനെ സംബന്ധിച്ചോ ഒക്കെയാണ്. തീർച്ചയായും അത് കൊടുക്കേണ്ടതും കുറ്റക്കാരെ ശിക്ഷിക്കേണ്ടതുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും കുടുംബങ്ങളെ ഇത്തരത്തിൽ ആക്ഷേപിക്കുകയും അവരെ മറ്റുള്ളവരോടൊപ്പം ചേർത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം, നമ്മുടെ മാധ്യമങ്ങളിൽ വൈകുന്നേരങ്ങൾ നടക്കുന്ന പല ചർച്ചകളിലും നമ്മുടെ അവതാരകർ പോലും, പല ചാനലുകളുടെ അവതാരകർ പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പട്ടി, തെണ്ടി, കള്ളൻ, കൊള്ളക്കാരൻ എന്നെല്ലാമുള്ള പദപ്രയോഗങ്ങളിലൂടെ എത്രയോ കാലമായി ചർച്ചകൾ നടത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം.
അതേപോലെ തന്നെ യാതൊരു വസ്തുതകളുമില്ലാതെ ചില വ്യക്തികൾ അവർ നിരീക്ഷകരായും ഒക്കെ വന്നിരുന്നു കൊണ്ട് എന്തെല്ലാം തോന്നിയവാസങ്ങളും എന്തെല്ലാം തെറ്റായ കാര്യങ്ങളും നമ്മുടെ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മാധ്യമങ്ങളുടെ ചുമതലക്കാരായിട്ടുള്ള ആളുകൾക്ക് അതിലൊന്നും ഒരു നിയന്ത്രണവും വരുത്താനാവുന്നില്ല എന്നത് എത്രമാത്രം പ്രതിഷേധാർഹമായ കാര്യമാണ് എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം ഒട്ടേറെ കാര്യങ്ങൾ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ മലയാള മനോരമ പോലുള്ള പത്രങ്ങൾ എടുത്ത് വായിച്ചാൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുഴപ്പങ്ങൾക്കും ഒരേ ഒരു ഉത്തരവാദിയേ ഉള്ളൂ, അത് കേരളത്തിലെ ഗവൺമെൻറ്റും ഇപ്പോഴത്തെ മന്ത്രിസഭയുമാണ് എന്ന്. ഇന്നത്തെ മനോരമ പത്രം തന്നെ നിങ്ങളെടുത്ത് വായിച്ചാൽ ആ വാർത്തയ്ക്കകത്തുള്ള ഏതാണ്ട് 3 പേജോളം ഗവൺമെൻറ്റിനെതിരായി അതിനെ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള വാർത്ത കൊടുക്കാനാണ് അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സത്യാവസ്ഥകൾ ജനങ്ങളെ അറിയിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏക മാർഗം നമ്മുടെ ഇത്തരം യോഗങ്ങളും ആളുകളിൽ നേരിട്ട് കണ്ട് നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായും ഇവിടെ വളരെ ധന്യമായ ഒരു ചർച്ചയാണ് നടന്നത്. ഈ ചർച്ചയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിപ്രായങ്ങളും വ്യത്യസ്തതകളും ഉണ്ടാകും എന്നെനിക്കറിയാം. ഈ വൈകിയ വേളയിൽ നമുക്ക് ഈ പരിപാടി ഇനി മുന്നോട്ട് കൊണ്ടുപോകാനാവാത്തത് കൊണ്ട് തന്നെ ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സഹ ജോൺസനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്രയും മനോഹരമായൊരു സായാഹ്നം കൊട്ടാരക്കരയിൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യമാണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പത്രമാധ്യമ പ്രവർത്തകർ നമ്മളോട് ഈ കാര്യം സംവേദിക്കാനും ഒരുപക്ഷെ അതിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷമം അവരുമായി ഒന്ന് സംവേദിക്കാനുള്ള അവസരം നമുക്ക് സമയമില്ലാതെ പോയി എന്നുള്ളത് ഒഴിച്ച് മാത്രമാണ്. എന്തായാലും ഇത്രയും നല്ലൊരു സായാഹ്നം നമുക്ക് നൽകിയിട്ടുള്ള ഈ പരിപാടിയുടെ ബഹുമാനിയായ അധ്യക്ഷ ശ്രീമതി ഐഷ പോറ്റിയെ ഏറ്റവും നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടനം ചെയ്ത ശ്രീ എം ഇ നികേഷ് കുമാർ, ഇതിൽ പ്രതികരണം നടത്തിയിട്ടുള്ള രാജാജി മാത്യു തോമസ് കാവ്, ഒപ്പം തന്നെ ഏറ്റവും അവസാനം നല്ലൊരു വെടിക്കെട്ട് തന്നെ പൊട്ടിച്ചിട്ടുള്ള നമ്മുടെ 24 ചാനലിൻ്റെയും ഒപ്പം തന്നെ ചാനലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകൻ, അതിൻ്റെ എല്ലാമായിട്ടുള്ള ശ്രീകണ്ഠൻ നായർ സാറിനെയും ഒപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള CPIM സംസ്ഥാന കമ്മിറ്റി അംഗം, നമ്മുടെ മോഡറേറ്റർ കൂടിയായിരുന്ന CPIM സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് വരദരാജൻ നായർ, പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള സഖാവ് K രാജഗോപാൽ, ഇത് ഉദ്ഘാടനം ചെയ്ത കൊട്ടാരക്കരയുടെ പ്രിയപ്പെട്ട MLAയും കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള സഖാവ് KN ബാലഗോപാൽ, പങ്കെടുത്തിട്ടുള്ള സഖാവ് മുകേഷ്, അതേപോലെ തന്നെ സഖാവ് സുന്ദരേശൻ, പിന്നെ പേരെടുത്തു പറയേണ്ടുന്ന ഒട്ടേറെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ ഇതിൽ ആദ്യാവസാനം പങ്കെടുക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും നല്ലവണ്ണം ഓർത്തുകൊണ്ട് തന്നെ അവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. അവസാനിച്ചു